വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയൻ. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 ഇക്കണോമിക്സിന്റെ രണ്ടാമത്തെ ഭാഗമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ 3rd ചാപ്റ്റർ ആയ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, ഡാറ്റയുടെ വർഗീകരണം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, ഡാറ്റയുടെ വർഗീകരണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ 5 കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? ഒന്ന്, റോ ഡാറ്റ. എന്താണ് റോ ഡാറ്റ എന്നതാണ് ആദ്യം പഠിക്കാനുള്ളത്. രണ്ടാമത് എന്താ പഠിക്കാനുള്ളത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്നതാണ് രണ്ടാമത് പഠിക്കാനുള്ളത്. മൂന്നാമത് എന്താ പഠിക്കാനുള്ളത്? വേരിയബിൾസ്, ഡിസ്ക്രീറ്റ് വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ. എന്താണ് വേരിയബിൾ എന്ന് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ, എന്താണ് കണ്ടിന്യൂസ് വേരിയബിൾ എന്നതാണ് മൂന്നാമത് പഠിക്കാനുള്ളത്. നാലാമത് എന്താ പഠിക്കാനുള്ളത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നതാണ് നാലാമത് പഠിക്കാനുള്ളത്. അഞ്ചാമത് എന്താ പഠിക്കാനുള്ളത്? ബൈവാരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ബൈവാരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നതാണ് അഞ്ചാമത് പഠിക്കാനുള്ളത്. അപ്പൊ ഈ 5 ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, റോ ഡാറ്റ. 2, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. 3, വേരിയബിൾസ്, ഡിസ്ക്രീറ്റ് വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ. 4, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. 5, ബൈവാരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഈ 5 കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ തുടക്കത്തിൽ പഠിക്കാൻ കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക് എന്താണ് റോ ഡാറ്റ എന്നതാണ് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിക്കാനുള്ളത്. എന്താണ് റോ ഡാറ്റ? അൺഅറേഞ്ച്ഡ് ഡാറ്റ ഓർ അൺഓർഗനൈസ്ഡ് ഡാറ്റ ഓർ അൺക്ലാസിഫൈഡ് ഡാറ്റ ആർ കാൾഡ് റോ ഡാറ്റ. അറേഞ്ച് ചെയ്യാത്ത, ഡിസോർഗനൈസ്ഡ് ആയി കിടക്കുന്ന, അൺക്ലാസിഫൈഡ് ആയിട്ട് കിടക്കുന്ന, ക്രമപ്പെടുത്താതെ കിടക്കുന്ന, തരംതിരിക്കാതെ കിടക്കുന്ന ഡാറ്റയെ വിളിക്കുന്ന പേരാണെന്ത്? റോ ഡാറ്റ. ക്രമപ്പെടുത്താതെ തരംതിരിക്കാതെ കിടക്കുന്ന ഡാറ്റയെ വിളിക്കുന്ന പേരാണെന്ത്? റോ ഡാറ്റ. ഇങ്ങനെ പ്രത്യേക രീതിയിൽ ക്രമപ്പെടുത്താത്ത, തരംതിരിക്കാത്ത ഡാറ്റയെയാണ്, വിവരങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റോ ഡാറ്റ എന്ന് വിളിക്കുക. പ്രത്യേക രീതിയിൽ ക്രമപ്പെടുത്താത്ത, അവതരിപ്പിക്കാത്ത, അറേഞ്ച് ചെയ്യാത്ത, ക്ലാസിഫൈ ചെയ്യാത്ത ഡാറ്റയെയാണ് നമ്മൾ, വിവരങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റോ ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ അൺഅറേഞ്ച്ഡ് ആയി കിടക്കുന്ന, ഡിസോർഗനൈസ്ഡ് ആയി കിടക്കുന്ന, അൺക്ലാസിഫൈഡ് ആയി കിടക്കുന്ന വിവരങ്ങളെയൊക്കെ, ഡാറ്റകളെയൊക്കെ നമ്മൾ എന്ത് വിളിക്കും? റോ ഡാറ്റ എന്ന് വിളിക്കും. റോ ഡാറ്റയ്ക്ക് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. എന്താ എക്സാമ്പിളിൽ പറയുന്നത്? 100 കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ കിട്ടിയ മാർക്കുകളാണ് ആ റോ ഡാറ്റയിൽ കാണിക്കുന്നത്. നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 100 കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണ്. ഇതില് 100 കുട്ടികൾക്കും കിട്ടിയ മാർക്ക് പരത്തി എഴുതിയിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ചെറിയ മാർക്കിൽ നിന്നും വലിയ മാർക്കിലേക്കോ, അല്ലെങ്കിൽ വലിയ മാർക്കിൽ നിന്നും ചെറിയ മാർക്കിലേക്കോ, 0-നും 10-നും ഇടയ്ക്ക് എത്ര കുട്ടികൾക്ക് മാർക്ക് കിട്ടി, 10-നും 20-നും ഇടയ്ക്ക് എത്ര കുട്ടികൾക്ക് മാർക്ക് കിട്ടി, അങ്ങനെയൊന്നല്ല ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ 100 കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് അങ്ങനെ പരത്തി തന്നേക്കുകയാണ്. ഇങ്ങനെ കിടക്കുന്ന ഇത്തരത്തിലുള്ള ഡാറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അൺഓർഗനൈസ്ഡ് ഓർ, ഇതിനൊക്കെയാണ് നമ്മൾ അൺഓർഗനൈസ്ഡ് ഓർ ഡിസോർഗനൈസ്ഡ് ഓർ അൺക്ലാസിഫൈഡ് എന്ന് പറയാം. ഇത്തരത്തിലുള്ള ഡാറ്റയെ നമ്മൾ റോ ഡാറ്റ എന്ന് വിളിക്കാം. റോ ഡാറ്റ. ഇങ്ങനെ ക്രമപ്പെടുത്താതെ കിടക്കുന്ന, തരംതിരിക്കാതെ കിടക്കുന്ന ഡാറ്റകളെ നമ്മൾ എന്ത് വിളിക്കും? റോ ഡാറ്റ എന്ന് വിളിക്കും. ഇവിടെ 100 കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന, മാത്സ് എന്ന് പറയുന്ന വിഷയത്തിൽ കിട്ടിയ മാർക്ക് അങ്ങനെ കൊടുത്തേക്കാണ്. ഒരു ക്രമത്തിലല്ല, ഓർഡറിലല്ല, ഇങ്ങനെ അതിനെ തരംതിരിച്ചിട്ടില്ല, ക്രമപ്പെടുത്തിയിട്ടില്ല. 100 കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് പരത്തി എഴുതിയേക്കാണ്. അപ്പൊ ഇതിനെ ക്രമപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ ക്രമപ്പെടുത്താതെ കിടക്കുന്ന, തരംതിരിക്കാതെ കിടക്കുന്ന, ഡിസോർഗനൈസ്ഡ് ആയി കിടക്കുന്ന, അൺഅറേഞ്ച്ഡ് ആയി കിടക്കുന്ന, അൺക്ലാസിഫൈഡ് ആയിട്ട് കിടക്കുന്ന ഡാറ്റയെ വിളിക്കുന്ന, വിവരങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? റോ ഡാറ്റ. അതാണ് റോ ഡാറ്റ. പിറന്ന പടിയിൽ എന്ന് നമ്മൾ പറയും. പിറന്ന പടിയിൽ. അപ്പോ ഡാറ്റ ഇൻ ഒറിജിനൽ ഫോം ആണ് എന്ത്? റോ ഡാറ്റ. എന്യൂമറേറ്റർ,
ഇൻഫോർമൻസിന്റെ കയ്യിൽ നിന്നും അന്വേഷകൻ വിവരദാതാവിന്റെ കയ്യിൽ നിന്നും ശേഖരിക്കുമ്പോഴുള്ള അതേ പടിയിലുള്ള ഡാറ്റയാണെന്ത്? റോ ഡാറ്റ. തരംതിരിക്കാതെ, ക്ലാസിഫൈ ചെയ്യാതെ, ക്രമപ്പെടുത്താതെ കിടക്കുന്ന ഡാറ്റകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റോ ഡാറ്റ. അതാണ് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് റോ ഡാറ്റ എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തരംതിരിക്കാത്ത, ക്രമപ്പെടുത്താത്ത, അൺഅറേഞ്ച്ഡ് ആയി കിടക്കുന്ന, ഡിസോർഗനൈസ്ഡ് ആയി കിടക്കുന്ന, അൺക്ലാസിഫൈഡ് ആയി കിടക്കുന്ന വിവരങ്ങളെ, ഡാറ്റകളെ നമ്മൾ വിളിക്കുന്ന പേരാണിത് റോ ഡാറ്റ. ഇങ്ങനെ റോ ഡാറ്റ എന്താണെന്ന് പഠിച്ചതിന് ശേഷം പിന്നീട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ? The process of arranging data into groups or classes according to resemblance and similarities are called classification of data. The process of arranging data into groups or classes according to resemblance and similarities are called classification of data. ഡാറ്റയെ ചില സമാന സവിശേഷതകൾക്കനുസരിച്ച്, ചില പൊതു സവിശേഷതകൾക്കനുസരിച്ച് ഗ്രൂപ്പുകളായോ ക്ലാസ്സുകളായോ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണെന്ത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റയെ ചില പ്രത്യേകതകൾക്കനുസരിച്ച്, ചില സമാന സവിശേഷതകൾക്കനുസരിച്ച് ഗ്രൂപ്പുകളായോ ക്ലാസ്സുകളായോ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണെന്ത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അതായത് റോ ഡാറ്റയെ ക്ലാസിഫൈഡ് ഡാറ്റയാക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണെന്ത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. തരംതിരിക്കാതെ കിടക്കുന്ന, ക്രമപ്പെടുത്താതെ കിടക്കുന്ന ഡാറ്റയെ, വിവരങ്ങളെ ക്രമപ്പെടുത്തുന്ന, തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണെന്ത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അപ്പൊ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയുടെ അർത്ഥം? ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡാറ്റ ഇൻ ടു ഗ്രൂപ്പ്സ് ഓർ ക്ലാസസ് അക്കോർഡിംഗ് ടു റിസംബലൻസ് ആൻഡ് സിമിലാരിറ്റീസ് ആർ കാൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റയെ, വിവരങ്ങളെ ചില പ്രത്യേകതകൾക്കനുസരിച്ച്, സമാന സവിശേഷതകൾക്കനുസരിച്ച്, ചില സിമിലാരിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളായോ ക്ലാസ്സുകളായോ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണെന്ത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. നമ്മൾ ആദ്യം റോ ഡാറ്റ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിരുന്നു 100 കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കിട്ടിയ മാർക്ക് റോ ഡാറ്റയെ കണ്ടിരുന്നു. അതിന്റെ റോ ഡാറ്റ നമ്മൾ കണ്ടിരുന്നു. ആ റോ ഡാറ്റയെ, അങ്ങനെ ആ 100 കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കിട്ടിയ മാർക്ക് ക്ലാസിഫൈ ചെയ്തതിന് ശേഷമുള്ള ഒരു ഡാറ്റയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ആ 100 കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 0 to 10 വരെ എത്ര കുട്ടികൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്, 0-നും 10-നും ഇടയ്ക്ക് എത്ര കുട്ടികൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്, 10-നും 20-നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്, 20-നും 30-നും ഇടയ്ക്ക് എത്ര മാർക്ക് കിട്ടിയ കുട്ടികളുണ്ട്, 30-നും 40-നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്. അപ്പൊ ഇതിനെ തരംതിരിച്ചു. അപ്പൊ നിങ്ങളിപ്പോ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ടേബിൾ എന്തിനു ഉദാഹരണമാണ്? ഒരു ക്ലാസിഫൈഡ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്. ഇങ്ങനെ റോ ഡാറ്റയെ ക്ലാസിഫൈഡ് ഡാറ്റയാക്കുന്ന, തരംതിരിക്കുന്ന വിവരങ്ങളാക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണെന്ത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അപ്പൊ ഇവിടെ 100 കുട്ടികൾക്ക് മാത്തമാറ്റിക്സിൽ കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ കുട്ടികളെ തരംതിരിച്ചിട്ടുണ്ട്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഒരു ക്ലാസിഫൈഡ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ടേബിൾ ഒരു ക്ലാസിഫൈഡ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്. കാരണം എന്താ? ഇവിടെ കുട്ടികളെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തിയിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയാം. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡാറ്റ ഇൻ ടു ഗ്രൂപ്പ്സ് ഓർ ക്ലാസസ് അക്കോർഡിംഗ് ടു റിസംബലൻസ് ആൻഡ് സിമിലാരിറ്റീസ് ആർ കാൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. വിവരങ്ങളെ ചില സിമിലാരിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ, ചില സമാന സവിശേഷതകൾക്കനുസരിച്ച് ഗ്രൂപ്പുകളായോ ക്ലാസ്സുകളായോ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണെന്ത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ക്ലാസിഫൈ ചെയ്ത ഡാറ്റയെ നമ്മൾ എന്താ വിളിക്കുക? ക്ലാസിഫൈഡ് ഡാറ്റ. ഇങ്ങനെ തരംതിരിച്ച വിവരങ്ങളെ നമ്മൾ ക്ലാസിഫൈഡ് ഡാറ്റ എന്ന് വിളിക്കും. റോ ഡാറ്റയെ ക്ലാസിഫൈഡ് ഡാറ്റയാക്കുന്ന പ്രക്രിയയാണ്, പ്രോസസ്സാണ് എന്ത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയോടൊപ്പം നിങ്ങൾ വേറൊരു കാര്യം കൂടി പഠിച്ചു വെക്കണം. ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. വിവിധ തരത്തിലുള്ള തരംതിരിക്കൽ, ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ളത്. ആ 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ടും നമുക്ക് വിവരങ്ങളെ, ഡാറ്റയെ 4 സവിശേഷതകൾക്കനുസരിച്ച് 4 രീതികളിൽ നമുക്ക് തരംതിരിക്കാം.
അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഒന്ന്, ജിയോഗ്രാഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, ഭൂമിശാസ്ത്രപരമായ തരംതിരിക്കൽ. രണ്ട്, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കാലക്രമത്തിനനുസരിച്ചുള്ള തരംതിരിക്കൽ. മൂന്ന്, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, പരിണാത്മകമായ തരംതിരിക്കൽ. നാല്, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഗുണനാത്മകമായ തരംതിരിക്കൽ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഒന്ന്, ജിയോഗ്രാഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, ഭൂമിശാസ്ത്രപരമായ തരംതിരിക്കൽ. രണ്ട്, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കാലക്രമത്തിനനുസരിച്ചുള്ള തരംതിരിക്കൽ. മൂന്ന്, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, പരിണാത്മകമായ തരംതിരിക്കൽ. നാല്, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഗുണനാത്മകമായ തരംതിരിക്കൽ. ഈ 4 ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ജിയോഗ്രാഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള തരംതിരിക്കൽ. അപ്പൊ ഈ ഒരു ജിയോഗ്രാഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ജിയോഗ്രഫി, ഭൂപ്രകൃതിക്കനുസരിച്ച് സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങളെ തരംതിരിച്ചിട്ടുള്ളതെങ്കിൽ അത്തരം ക്ലാസിഫിക്കേഷനെ വിളിക്കുന്ന പേരാണെന്ത്? ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ. സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങളെ തരംതിരിച്ചതെങ്കിൽ അത്തരം ക്ലാസിഫിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ജിയോഗ്രാഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ജില്ലകളുടെയും അടിസ്ഥാനത്തിലൊക്കെ വിവരങ്ങളെ തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം തരംതിരിക്കലിനെ, അത്തരം ക്ലാസിഫിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ജിയോഗ്രാഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ജിയോഗ്രാഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങളെ തരംതിരിക്കുന്നത്? ഭൂപ്രകൃതിക്കനുസരിച്ചിട്ടാണ്, സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, രാജ്യങ്ങളുടെയും അതുപോലെ സംസ്ഥാനങ്ങളുടെയും അതുപോലെ ജില്ലകളുടെ അടിസ്ഥാനത്തിലായിരിക്കും വിവരങ്ങളെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഒരു എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഈ ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താ പറയുന്നത്? അതിന്റെ എക്സാമ്പിളിൽ എന്താ പറയുന്നത്? വിവിധ സംസ്ഥാനങ്ങളിൽ സ്കൂട്ടർ വിറ്റ എണ്ണമാണ്. സ്കൂട്ടർ വിറ്റ എണ്ണത്തിന്റെ കണക്കാണ്, എത്ര സ്കൂട്ടർ വിറ്റു എന്നതിന്റെ കണക്കാണ് ഇപ്പൊ നിങ്ങൾ ആ ടേബിളിൽ കാണുന്നത്. ഓരോ സംസ്ഥാനത്തിലും വിറ്റ സ്കൂട്ടറുകളുടെ എണ്ണമാണ്. അപ്പൊ ഇവിടെ സ്കൂട്ടറുകൾ വിറ്റ എണ്ണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്? സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്കൂട്ടറുകൾ വിറ്റ എണ്ണം തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജിയോഗ്രഫി ആണല്ലോ, ഒരു ഭൂപ്രകൃതിയാണല്ലോ, സ്ഥലമാണല്ലോ. അപ്പൊ ഇങ്ങനെ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപ്രകൃതിക്കനുസരിച്ച് ഡാറ്റയെ, വിവരങ്ങളെ തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ക്ലാസിഫിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ജിയോഗ്രാഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, ഭൂമിശാസ്ത്രപരമായ തരംതിരിക്കൽ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അനുസരിച്ചുള്ള തരംതിരിക്കൽ, കാലക്രമത്തിനനുസരിച്ചുള്ള തരംതിരിക്കൽ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എന്താ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടൈം, സമയത്തിന്റെ അടിസ്ഥാനത്തിൽ, വർഷം, മാസം, ആഴ്ച, ദിവസം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങളെ തരംതിരിച്ചിട്ടുള്ളതെങ്കിൽ അത്തരം തരംതിരിക്കലിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. വർഷം, മാസം, ആഴ്ച, ദിവസം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങളെ തരംതിരിച്ചിട്ടുള്ളതെങ്കിൽ അത്തരം തരംതിരിക്കലിനെ, അത്തരം ക്ലാസിഫിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് വിളിക്കുക. അപ്പൊ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇവിടെ എന്താണ്? ഇന്ത്യയുടെ പോപ്പുലേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വിവിധ വർഷങ്ങളിലെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ആണ് കാണിക്കുന്നത്. ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ വർഷങ്ങളിലെ പോപ്പുലേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വർഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വർഷത്തിന്റെ അടിസ്ഥാനത്തിലോ മാസത്തിന്റെ അടിസ്ഥാനത്തിലോ ആഴ്ചകളുടെ അടിസ്ഥാനത്തിലോ ദിവസങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ വിവരങ്ങളെ തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം തരംതിരിക്കലിനെ, അത്തരം ക്ലാസിഫിക്കേഷനെ നമ്മൾ എന്ത് വിളിക്കും? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കും. ഇങ്ങനെ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്, പരിണാത്മകമായ ദത്തങ്ങളെയാണ് തരംതിരിക്കുന്നതെങ്കിൽ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അത്തരം ക്ലാസിഫിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നാണ് വിളിക്കുക. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 1ാമത്തെ ചാപ്റ്ററിലും 2ാമത്തെ ചാപ്റ്ററിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചൊരു സാധനമാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. എന്താ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ ദോസ് ഡാറ്റ വിച്ച് ക്യാൻ ബി മെഷേർഡ്, അളക്കാൻ കഴിയുന്ന, സംഖ്യാരൂപത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന,
അവതരിപ്പിക്കാൻ കഴിയുന്ന വിവരങ്ങളെയൊക്കെ വിളിക്കുന്ന പേരാണെന്ത്? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഇങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ അത്തരം ക്ലാസിഫിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നാ വിളിക്കുക. അതായത് ഹൈറ്റ്, വെയിറ്റ്, മാർക്ക്, ഇൻകം, ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്. നമ്മൾ ആദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, 100 കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ അവർക്ക് കിട്ടിയ മാർക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നല്ലോ, ഒരു ടേബിളിൽ അവതരിപ്പിച്ചിരുന്നല്ലോ. അത് നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നുണ്ടാവും. അപ്പൊ ഇത് കുട്ടികളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്? മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. മാർക്ക് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്, അളക്കാൻ കഴിയുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷനെ വിളിക്കുന്ന പേരാണെന്ത്? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇങ്ങനെ ഹൈറ്റിന്റെയോ വെയിറ്റിന്റെയോ മാർക്കിന്റെയോ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ, വിവരങ്ങളെ തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ക്ലാസിഫിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നാ വിളിക്കുക. ഇങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നാലാമത് എന്താ വരുന്നത്? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്. ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ അത്തരം ക്ലാസിഫിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നാണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്. ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡാറ്റയെ, വിവരങ്ങളെ തരംതിരിച്ചിട്ടുള്ളതെങ്കിൽ അത്തരം ക്ലാസിഫിക്കേഷനെ നമ്മൾ എന്ത് വിളിക്കും? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കും. ഉദാഹരണം, ജനങ്ങളെ നമ്മൾ രണ്ടായി തരംതിരിക്കുകയാണ്, ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്. വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ. അതെന്താണ്? ഒരു ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഉദാഹരണമാണ്. അതുപോലെ തന്നെ മെയിൽ, ഫീമെയിൽ, സിംഗിൾ, മാരീഡ്, അതൊക്കെ എന്തിനു ഉദാഹരണമാണ്? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഉദാഹരണമാണ്. അപ്പൊ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഉദാഹരണത്തിന് നമ്മൾ ജനങ്ങളെ രണ്ടായി തരംതിരിക്കുകയാണ്, മെയിൽ, ഫീമെയിൽ, അതുപോലെ തന്നെ ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്, മാരീഡ്, അൺമാരീഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തരംതിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, അത്തരം ക്ലാസിഫിക്കേഷനെ വിളിക്കുന്ന പേരാണെന്ത്? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ക്ലാസിഫിക്കേഷൻ ഓഫ് പീപ്പിൾ ബേസ്ഡ് ഓൺ കളർ ഓഫ് ഹെയർ. മുടിയുടെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ, ജനങ്ങളുടെ മുടിയുടെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ തരംതിരിക്കുകയാണെങ്കിൽ അതും എന്തിലാ വരിക? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനിലാണ് വരിക. ഇങ്ങനെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണെങ്കിൽ അത്തരം ക്ലാസിഫിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്തു. ഒന്നാമത്തെ എന്തായിരുന്നു? ജിയോഗ്രാഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഭൂമിശാസ്ത്രപരമായ തരംതിരിക്കൽ, സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ ഭൂമിശാസ്ത്രപരമായ തരംതിരിക്കൽ അഥവാ ജിയോഗ്രഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. രണ്ടാമത്തെ എന്തായിരുന്നു? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കാലക്രമത്തിനനുസരിച്ചുള്ള തരംതിരിക്കൽ. വർഷം, മാസം, ആഴ്ച, ദിവസം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിവരങ്ങളെ തരംതിരിച്ചിട്ടുള്ളതെങ്കിൽ അത്തരം ക്ലാസിഫിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തെ എന്തായിരുന്നു? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഗുണനാത്മകമായ പരിണാത്മകമായ തരംതിരിക്കൽ. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അഥവാ പരിണാത്മകമായ തരംതിരിക്കൽ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ, വിവരങ്ങളെ തരംതിരിച്ചിട്ടുള്ളതെങ്കിൽ അത്തരം ക്ലാസിഫിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഹൈറ്റ്, വെയിറ്റ്, മാർക്ക്, ഇൻകം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിവരങ്ങളെ തരംതിരിക്കുന്നതെങ്കിൽ അത്തരം ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. നാലാമത്തെ എന്തായിരുന്നു? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഗുണനാത്മകമായ തരംതിരിക്കൽ. ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണെങ്കിൽ അത്തരം തരംതിരിക്കലിനെ വിളിക്കുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഉദാഹരണത്തിന് ജനങ്ങളെ നമ്മൾ ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്, മാരീഡ്, അൺമാരീഡ് അങ്ങനെയൊക്കെ തരംതിരിക്കുകയാണെങ്കിൽ അത് ഏത് തരം ക്ലാസിഫിക്കേഷൻ ആണ്? അത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇങ്ങനെ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, എന്താണ് ക്ലാസിഫിക്കേഷനും ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനും പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ മൂന്നാമത് പഠിക്കാൻ കൊടുത്തിട്ടുള്ളത് എന്തായിരുന്നു? വേരിയബിൾസ്, ഡിസ്ക്രീറ്റ് വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ. എന്താണ് വേരിയബിൾ, അതുപോലെ എന്താണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ, എന്താണ് കണ്ടിന്യൂസ് വേരിയബിൾ എന്നായിരുന്നു ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ മൂന്നാമത് പഠിക്കാൻ കൊടുത്തിട്ടുള്ളത്. എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ? വേരിയബിൾ ആർ ദോസ് വാല്യൂസ് വിച്ച് ആർ കീപ് ചേഞ്ചിങ്. വേരിയബിൾസ് ആർ ദോസ് വാല്യൂ വിച്ച് ആർ കീപ് ചേഞ്ചിങ്. മാറിക്കൊണ്ടിരിക്കുന്ന, മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെയാണ്, വാല്യൂസിനെയാണ് നമ്മൾ ഇത് വിളിക്കുക വേരിയബിൾസ് എന്ന് വിളിക്കുക. വേരിയബിൾസ് എനിത്തിങ് ഓർ വേരിയബിൾസ് ആർ വാല്യൂസ് വിച്ച് ആർ കീപ് ചേഞ്ചിങ്. മാറിക്കൊണ്ടിരിക്കുന്ന,
ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് വിളിക്കുക. വേരിയബിൾ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന എന്നതാണ്. അപ്പൊ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? വേരിയബിൾസ്. ഉദാഹരണം ഹൈറ്റ്, വെയിറ്റ്, ഇൻകം, മാർക്ക്, അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ, നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി. അതൊക്കെ എന്തിനു ഉദാഹരണമാണ്? വേരിയബിൾസിന് ഉദാഹരണമാണ്. ഹൈറ്റ് നിങ്ങൾ നോക്കിക്കോളൂ. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ, ആ 4 അംഗങ്ങളുണ്ടെന്ന് വിചാരിച്ചോളൂ. ആ 4 അംഗങ്ങളുടെയും ഹൈറ്റ്, ഉയരം ഡിഫറെന്റ് ആയിരിക്കും. അച്ഛന്റെ ഹൈറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ അമ്മയുടെ ഹൈറ്റ്. അപ്പൊ അതെന്താ? മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ വെയിറ്റ്, ഒരു ക്ലാസ്സിലെ 50 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോളൂ. 50 കുട്ടികൾക്കും ഡിഫറെന്റ് ആയിരിക്കും ഭാരം, അവരുടെ ഭാരം ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ മാർക്ക്, ഒരു വിഷയത്തിൽ ഒരു ക്ലാസ്സിൽ കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള മാർക്കായിരിക്കും കിട്ടുക. അപ്പൊ എന്താണ്? അതും വേരിയബിൾ ആണ്, മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ ഇൻകം, ഒരു വരുമാനം, ഒരു കുടുംബത്തിന്റെ വരുമാനമായിക്കൊള്ളണമെന്നില്ല തൊട്ടപ്പുറത്തെ കുടുംബത്തിന്റെ വരുമാനം. അപ്പൊ അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ, ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം, തൊട്ടപ്പുറത്തെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. അത് മാറിക്കൊണ്ടിരിക്കുന്നു, മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി, ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം, ഒരു കുടുംബത്തിലെ അംഗങ്ങൾ 4 എണ്ണം ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ കുടുംബത്തിൽ ചിലപ്പോൾ 5 or 6 ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ അതൊക്കെ എന്തിനു ഉദാഹരണമാണ്? വേരിയബിൾസിന് ഉദാഹരണമാണ്. ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേരിയബിൾസ് എന്ന് വിളിക്കുക. വേരിയബിൾസ് ആർ ദ വാല്യൂസ് വിച്ച് ആർ കീപ് ചേഞ്ചിങ്. വേരിയബിൾസ് ആർ ദോസ് വാല്യൂ വിച്ച് ആർ കീപ് ചേഞ്ചിങ്. മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ. വേരിയബിളിനെ 2 ആയി തരംതിരിക്കുന്നുണ്ട്. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്നും കണ്ടിന്യൂസ് വേരിയബിൾ എന്നും. വേരിയബിളിനെ 2 ആയി തരംതിരിക്കുന്നു. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്നും കണ്ടിന്യൂസ് വേരിയബിൾ എന്നും. എന്താ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ? ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ആർ ദോസ് വേരിയബിൾസ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ്. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസിനെയാണ്, മൂല്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് വിളിക്കുക. ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ആർ ദോസ് വേരിയബിൾ വിച്ച് ക്യാൻ ബി കൗണ്ടഡ്. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന 1, 2, 3 അങ്ങനെ ഇന്റഗ്രൽ വാല്യൂ ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന മൂല്യങ്ങളെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് വിളിക്കുക. ഇറ്റ് ഡസൻറ്റ് ഇൻക്ലൂഡ്സ് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്. ഫ്രാക്ഷനുകളും ഡെസിമൽ ഒന്നും ഏതിൽ വരുന്നില്ല? ഡിസ്ക്രീറ്റ് വേരിയബിളിൽ വരുന്നില്ല. ഫ്രാക്ഷനുകളും ഡെസിമൽ ഒന്നും എവിടെ വരുന്നില്ല? ഡിസ്ക്രീറ്റ് വേരിയബിളിൽ വരുന്നില്ല. ഡിസ്ക്രീറ്റ് വേരിയബിളിന് ഉദാഹരണമാണ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ. അതൊക്കെ എന്തിനു ഉദാഹരണമാണ്? ഡിസ്ക്രീറ്റ് വേരിയബിളിന് ഉദാഹരണമാണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി, ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം. നമ്മൾ പറഞ്ഞിരുന്നു ഡിസ്ക്രീറ്റ് വേരിയബിളിൽ ഫ്രാക്ഷൻസും അതുപോലെ തന്നെ ഡെസിമൽ ഒന്നും വരില്ല. നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം 10.75 അംഗങ്ങളാണ് ആ കുടുംബത്തിലുള്ളത് എന്ന് നമ്മൾ പറയില്ലല്ലോ. കൃത്യമായിട്ട് 10 എണ്ണം ആണെങ്കിൽ 10 എണ്ണം, 11 അംഗങ്ങളാണെങ്കിൽ 11 അംഗം. ഇപ്പോഴത്തെ അണുകുടുംബമായതുകൊണ്ട് ഇപ്പോഴത്തെ കുടുംബത്തിൽ 4 or 5 ആൾക്കാർ, അതിനെ നമ്മൾ 4.5 എന്നും പറയില്ലല്ലോ. 4 ആൾക്കാരാണ് കുടുംബത്തിലുള്ളത്, അങ്ങനെ നമ്മൾ പറയില്ലല്ലോ. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന മൂല്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് വിളിക്കുക. അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ, ഒരു സ്കൂളിൽ നമ്മൾ 1001 കുട്ടികളാണുള്ളത് എന്ന് നമ്മൾ പറയില്ലല്ലോ. 1000 കുട്ടികളാണെങ്കിൽ 1000 കുട്ടികൾ, 1001 കുട്ടികളാണെങ്കിൽ 1001 കുട്ടികൾ നമ്മൾ എങ്ങനെ എടുത്ത് കൗണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന മൂല്യങ്ങളെയൊക്കെ വിളിക്കുന്ന, വേരിയബിളിനെയൊക്കെ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താന്ന് പഠിച്ചതിന് ശേഷം പഠിക്കേണ്ട മറ്റൊരു വേരിയബിൾ എന്താണ്? കണ്ടിന്യൂസ് വേരിയബിൾ. എന്താ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ? കണ്ടിന്യൂസ് വേരിയബിൾസ് ആർ ദോസ് വേരിയബിൾ വിച്ച് ക്യാൻ ബി മെഷേർഡ്. അളക്കാൻ കഴിയുന്ന, മെഷർ ചെയ്യാൻ കഴിയുന്ന വേരിയബിളിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കണ്ടിന്യൂസ് വേരിയബിൾ. മെഷർ ചെയ്യാൻ കഴിയുന്ന, അളക്കാൻ കഴിയുന്ന വേരിയബിളിനെ, മൂല്യങ്ങളൊക്കെ നമ്മൾ എന്ത് വിളിക്കും? കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് വിളിക്കും. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ്. ഡെസിമലും ഫ്രാക്ഷനൊക്കെ ഇതിൽ വരും, കണ്ടിന്യൂസ് വേരിയബിളിൽ വരും. ഡിസ്ക്രീറ്റ് വേരിയബിളിൽ ഡെസിമലും ഫ്രാക്ഷൻസ് ഒന്നും വരില്ലായിരുന്നു. പക്ഷേ കണ്ടിന്യൂസ് വേരിയബിളിൽ ഡെസിമലും ഫ്രാക്ഷൻസ് ഒക്കെ വരും. ഭിന്നസംഖ്യകളും ഡെസിമൽ നമ്പറൊക്കെ വരും കണ്ടിന്യൂസ് വേരിയബിളിൽ. ഉദാഹരണം, കണ്ടിന്യൂസ് വേരിയബിളിന് ഉദാഹരണമാണ് ഹൈറ്റ്, വെയിറ്റ്, മാർക്ക്, ഇൻകം തുടങ്ങിയ വേരിയബിൾസ് ഒക്കെ എന്തിനു ഉദാഹരണമാണ്? കണ്ടിന്യൂസ് വേരിയബിൾസിന് ഉദാഹരണമാണ്. ഹൈറ്റ്, നമ്മൾ ഹൈറ്റ് പറയുമ്പോൾ ഡെസിമലിൽ നമ്മൾ അവതരിപ്പിക്കും.
ഹൈറ്റ് 169.67 സെന്റിമീറ്റർ. അതെന്താ ഡെസിമലിൽ നമ്മൾ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ വെയിറ്റ് 40.5 കിലോ, അര നമ്മൾ കൂട്ടി. അപ്പൊ അതെന്താണ് കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. അതുപോലെ തന്നെ മാർക്ക് 50.5 മാർക്ക്, അത് നമ്മൾ ഡെസിമലിൽ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ ഇൻകം, ഒരു കുടുംബത്തിന് വരുമാനം 5555.60 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോ ഇങ്ങനെ ഹൈറ്റ്, വെയിറ്റ്, മാർക്ക്, ഇൻകം തുടങ്ങിയവയൊക്കെ നമുക്ക് ഡെസിമലില്, ഫ്രാക്ഷൻസിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ ഡെസിമലിലും ഫ്രാക്ഷനിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന, അവതരിപ്പിക്കാൻ പറ്റുന്ന വിവരങ്ങളെയാണ്, മെഷർ ചെയ്യാൻ പറ്റുന്ന വിവരങ്ങളെയാണ്, വാല്യൂസിനെയാണ്, വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് വിളിക്കുക. അപ്പോൾ വേരിയബിൾ എന്താണെന്ന് നമ്മൾ പഠിച്ചത്. വേരിയബിൾ എന്തായിരുന്നു? വേരിയബിൾസ് ആർ ദോസ് വാല്യൂ വിച്ച് ആർ കീപ് ചേഞ്ചിങ്. മാറിക്കൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? വേരിയബിൾസ്. വേരിയബിൾസിനെ രണ്ടായി തരംതിരിക്കുന്നു, ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്നും കണ്ടിന്യൂസ് വേരിയബിൾ എന്നും. എന്തായിരുന്നു ഡിസ്ക്രീറ്റ് വേരിയബിൾ? ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ആർ ദോസ് വേരിയബിൾസ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ്. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന 1, 2, 3, 4, 5 ഇങ്ങനെ കൃത്യമായ രീതിയിൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന, എണ്ണത്തിൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസിനൊക്കെ, വേരിയബിളിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഡിസ്ക്രീറ്റ് വേരിയബിളിൽ എന്ത് ഉൾപ്പെട്ടിട്ടില്ല? ഫ്രാക്ഷൻസും ഡെസിമൽ നമ്പേഴ്സും ഒന്നും ഇതിൽ വരില്ല, ഡിസ്ക്രീറ്റ് വേരിയബിളിൽ വരില്ല. ഡിസ്ക്രീറ്റ് വേരിയബിളിന് ഉദാഹരണം എന്തൊക്കെയാണ്? നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി, ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം. അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ, ഒരു സ്കൂളിലെ കുട്ടികളുടെ എണ്ണം. ഇതൊന്നും നമ്മൾ ഡെസിമൽ നമ്പറിൽ ഒന്നും റെപ്രസെന്റ് ചെയ്യില്ല. അപ്പൊ അതൊക്കെ എന്തിനു ഉദാഹരണമാണ്? ഒരു ഡിസ്ക്രീറ്റ് വേരിയബിളിന് ഉദാഹരണമാണ്. ഡിസ്ക്രീറ്റ് വേരിയബിൾ കഴിഞ്ഞ രണ്ടാമത്തെ വേരിയബിൾ എന്തായിരുന്നു? കണ്ടിന്യൂസ് വേരിയബിൾ. എന്തായിരുന്നു കണ്ടിന്യൂസ് വേരിയബിൾ? കണ്ടിന്യൂസ് വേരിയബിൾസ് ആർ ദോസ് വേരിയബിൾസ് വിച്ച് ക്യാൻ ബി മെഷേർഡ്. അളക്കാൻ കഴിയുന്ന, അതായത് ഡെസിമലിലും ഫ്രാക്ഷൻസിലൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ, മൂല്യങ്ങളെയാണ് നമ്മൾ കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ്. കണ്ടിന്യൂസ് വേരിയബിളിൽ ഡെസിമലും ഫ്രാക്ഷൻസ് ഒക്കെ വരും. കണ്ടിന്യൂസ് വേരിയബിൾ ഉദാഹരണം എന്തൊക്കെയാണ്? ഹൈറ്റ്, വെയിറ്റ്, മാർക്ക്, ഇൻകം. ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? കണ്ടിന്യൂസ് വേരിയബിളിന് ഉദാഹരണമാണ്. അപ്പൊ ഇങ്ങനെ വേരിയബിളിനെ പറ്റിയിട്ട് പഠിച്ചതിന് ശേഷം പിന്നീട് ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ നാലാമത് പഠിക്കാൻ കൊടുത്തിട്ടുള്ളത് എന്തിനെ പറ്റിയിട്ടാണ്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടാണ് നാലാമത് പഠിക്കേണ്ടത്. എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓർ ടേബിൾ ഷോയിങ് ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി. ക്ലാസ് കോളവും ഫ്രീക്വൻസി കോളവും കാണിക്കുന്ന ടേബിളിനെയാണ് നമ്മൾ ഇത് വിളിക്കുക ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. ക്ലാസ്സുകളോട് കൂടിയ ആവർത്തി നിരയെ നമുക്ക് എന്ത് വിളിക്കാം? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. അഥവാ ക്ലാസും ഫ്രീക്വൻസിയും കാണിക്കുന്ന ടേബിളിനെ വിളിക്കുന്ന പേരാണെന്ത്? പട്ടികയെ വിളിക്കുന്ന പേരാണെന്ത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ക്ലാസ്സുകളോട് കൂടിയ ഫ്രീക്വൻസി കാണിക്കുന്ന ടേബിളിനെ വിളിക്കുന്ന, പട്ടികയെ വിളിക്കുന്ന പേരാണെന്ത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ കാണുന്നുണ്ടാവും. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ആദ്യത്തെ കോളം ക്ലാസ് കോളാണ്, രണ്ടാമത്തെ കോളം ഫ്രീക്വൻസി കോളമാണ്. ക്ലാസ് കോളത്തിൽ നമ്മൾ ക്ലാസ്സുകൾ എഴുതും. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. അങ്ങനെ ക്ലാസ്സുകൾ നമ്മൾ ക്ലാസ് കോളത്തിൽ റെക്കോർഡ് ചെയ്യും. ഈ ഓരോ ക്ലാസ്സിലും വരുന്ന ഫ്രീക്വൻസികൾ നമ്മൾ രണ്ടാമത്തെ കോളമായ ഫ്രീക്വൻസി കോളത്തിൽ റെക്കോർഡ് ചെയ്യും. 0-നും 10-നും ഇടയിൽ 1 1 റെക്കോർഡ് ചെയ്യും. 10-നും 20-നും ഇടയിൽ 5 5 നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ക്ലാസ്സുകളോട് കൂടിയ ആവർത്തി നിരയെ വിളിക്കുന്ന പേരാണിത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടേബിൾ എന്തിനു ഉദാഹരണമാണ്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് ഉദാഹരണമാണ്. കണ്ടിന്യൂസ് സീരീസിന്റെ അതേപോലെ തന്നെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും വരയ്ക്കുക. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും കണ്ടിന്യൂസ് സീരീസിനും 2 കോളാണുള്ളത്. ഒന്ന് ക്ലാസ് കോളം, ക്ലാസ് കോളത്തിൽ നമ്മൾ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യും. രണ്ടാമത്തെ കോളത്തിൽ ഫ്രീക്വൻസി കോളം, ആവൃത്തികൾ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇങ്ങനെ ക്ലാസ്സുകളോട് കൂടിയ ആവൃത്തി നിരയെ വിളിക്കുന്ന പേരാണെന്ത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടേബിളിൽ 2 കോളം ഉണ്ടായിരിക്കും. ഒന്ന് ക്ലാസ് കോളം, രണ്ടാമത് ഫ്രീക്വൻസി കോളം. ഇങ്ങനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് തിയറി അല്ല പഠിക്കാനുള്ളത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യാനാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടേബിൾ തയ്യാറാക്കൂ എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഇതിന്റെ തിയറി എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. അപ്പൊ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറയുന്ന, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ പോലെ തന്നെ മറ്റൊരു ഡിസ്ട്രിബ്യൂഷനാണ് ഫ്രീക്വൻസി ആരെ.
ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് സീരീസിന്റെ അതേ മോഡൽ ആയിരുന്നുവെങ്കിൽ ഫ്രീക്വൻസി ആരെ ഡിസ്ക്രീറ്റ് സീരീസിന്റെ അതേ മോഡലാണ്. അതായത് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ 0-10 ഒരു ക്ലാസ് ആണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ക്ലാസ്സുകളോട് കൂടിയ ആവൃത്തി നിരയായിരുന്നു. നമ്മൾ മാർക്കാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ 0-നും 10-നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ ഒരു കുട്ടി, 10-നും 20-നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 2 കുട്ടി, അങ്ങനെ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ റെക്കോർഡ് ചെയ്തിരുന്നു. എന്നാൽ ഫ്രീക്വൻസി ആരെ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിന്റെ അതേ മോഡലാണ് നമ്മൾ തയ്യാറാക്കുക. 10 മാർക്ക് കിട്ടിയ ഒരു കുട്ടി, 20 മാർക്ക് കിട്ടിയ 2 കുട്ടി, അങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത് ഫ്രീക്വൻസി ആരെ. ഫ്രീക്വൻസി ആരയ്ക്കും 2 കോളം ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി ആരെയും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് സീരീസിന്റെ അതേ മോഡലാണ് നമ്മൾ വരയ്ക്കുക. ഫ്രീക്വൻസി ആരെ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് വരയ്ക്കുന്നത് പോലെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുക. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടും നമ്മൾ ഈ വീഡിയോന്റെ അവസാനം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കാൻ പറയുന്ന മുൻകാല പരീക്ഷാ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി ആരെയും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേമുകളും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ ഒരു ടേമാണ് ക്ലാസ് ലിമിറ്റ്. ക്ലാസ് ലിമിറ്റ് ക്ലാസ് ലിമിറ്റ് എന്താണ്, അതുപോലെ തന്നെ ക്ലാസ് ഇന്റർവെൽ എന്താണ്, ക്ലാസ് മാർക്ക് എന്താണ് അഥവാ മിഡ് പോയിന്റ് എന്താണ്, എക്സ്ക്ലൂസീവ് ക്ലാസ് എന്താണ്, ഇൻക്ലൂസീവ് ക്ലാസ് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനൊരു ഉദാഹരണം സഹിതം നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ഉദാഹരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കുമ്പോഴാണ് കൂടുതൽ വ്യക്തമാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 0-10 അതൊരു ക്ലാസ് ആണല്ലോ, നിങ്ങൾക്കും എനിക്കറിയാം. 0-10 ഇങ്ങനെ ഈ 0-10 എന്ന് പറയുന്ന ക്ലാസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ക്ലാസ് ലിമിറ്റിനെ പറ്റിയിട്ടും ക്ലാസ് ഇന്റർവെലിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ക്ലാസ് മാർക്ക് അഥവാ മിഡ് പോയിന്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് എന്ത്? ക്ലാസ് ലിമിറ്റ്. ക്ലാസ് ലിമിറ്റ് എല്ലാ ക്ലാസ്സുകൾക്കും 2 ലിമിറ്റാണ് ഉണ്ടായിരിക്കുക. എല്ലാ ക്ലാസ്സുകൾക്കും 2 ലിമിറ്റാണ് ഉണ്ടായിരിക്കുക. ഒന്ന് അപ്പർ ലിമിറ്റും 2 ലോവർ ലിമിറ്റും. എന്താണ് അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ക്ലാസ്സിലെ ഏറ്റവും വലിയ തുകയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അപ്പർ ലിമിറ്റ്. ഒരു ക്ലാസിന്റെ ഏറ്റവും വലിയ തുകയെ അറിയപ്പെടുന്ന പേരാണെന്ത്? അപ്പർ ലിമിറ്റ്. എന്താ ലോവർ ലിമിറ്റ്? ഒരു ക്ലാസ്സിലെ ഏറ്റവും ചെറിയ തുകയെ അറിയപ്പെടുന്ന പേരാണ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റിനെ നമ്മൾ ഉച്ചപരിധി എന്ന് വിളിക്കും, ലോവർ ലിമിറ്റിനെ നമ്മൾ നീചപരിധി എന്ന് വിളിക്കും. എന്താ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ക്ലാസ്സിലെ ഏറ്റവും വലിയ സംഖ്യയാണ് അപ്പർ ലിമിറ്റ്. എന്താ ലോവർ ലിമിറ്റ്? ഒരു ക്ലാസ്സിലെ ഏറ്റവും ചെറിയ സംഖ്യയാണ് ലോവർ ലിമിറ്റ്. 0-10 അതൊരു ക്ലാസ് ആണല്ലോ. 0-10 ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 0 ആണോ 10 ആണോ? 10 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് 10 ആണ്. 0-10 എന്ന് പറയുന്ന ക്ലാസ്സിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 0 ആണ്. അതുകൊണ്ട് ലോവർ ലിമിറ്റ് 0 ആണ്. കാരണം ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിലെ ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ്. അടുത്തൊരു ഉദാഹരണം 5-10. 5-10 അതൊരു ക്ലാസ് ആണല്ലോ. ഈ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് ഏതാണ്? 10 ആണ്. കാരണം ഏറ്റവും വലിയ സംഖ്യ 5-നേക്കാട്ടിലും ഏറ്റവും വലിയ സംഖ്യ 10 ആണ്. ഇതിൽ ലോവർ ലിമിറ്റ് ഏതാ? 5 ആണ്. കാരണം 10-നേക്കാൾ ചെറിയ സംഖ്യ 5 ആണ്. ആ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ സംഖ്യ 5 ആണ്. 5-10 ഏറ്റവും ചെറിയ സംഖ്യ 5 ആണ്. അതുകൊണ്ട് ലോവർ ലിമിറ്റ് 5 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റിനെ പറ്റിയിട്ടാണ് ക്ലാസ് ലിമിറ്റിൽ പഠിക്കേണ്ടത്. എന്താ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ക്ലാസ്സിലെ ഏറ്റവും വലിയ സംഖ്യയാണ് നമ്മൾ അപ്പർ ലിമിറ്റ് അഥവാ ഉച്ചപരിധി എന്ന് അറിയപ്പെടുക. എന്താ ലോവർ ലിമിറ്റ് അഥവാ നീചപരിധി എന്ന് പറഞ്ഞാൽ? ഒരു ക്ലാസിന്റെ ഏറ്റവും ചെറിയ സംഖ്യ അറിയപ്പെടുന്ന പേരാണെന്ത്? ലോവർ ലിമിറ്റ്. അടുത്തൊരു ഉദാഹരണം 0-20 ഒരു ക്ലാസ് ആണല്ലോ. 0-20 ഇതിലെ അപ്പർ ലിമിറ്റ് ഏതാണ്? ലോവർ ലിമിറ്റ് ഏതാണ്? അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0-20 ഏറ്റവും വലിയ സംഖ്യ. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0-20 ഏറ്റവും ചെറിയ സംഖ്യ. ഏറ്റവും വലിയ സംഖ്യ 0-നേക്കാട്ടിലും വലിയ സംഖ്യ 20 ആണ്. അതുകൊണ്ട് അപ്പർ ലിമിറ്റ് 20 ആണ്. ലോവർ ലിമിറ്റ് 0 ആണ്. കാരണം 20-നേക്കാട്ടിലും ചെറിയ തുക ഏതാണ്? 0 ആണ്. അപ്പൊ ക്ലാസ് ലിമിറ്റ്, അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് നോക്കി. ഇങ്ങനെ ക്ലാസ് ലിമിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് പഠിക്കേണ്ടത് എന്താണ്? ക്ലാസ് ഇന്റർവെൽ. എന്താ ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസത്തിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ് ഇന്റർവെൽ. The difference between upper limit and lower limit of a class is called class interval. ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസത്തിനെ അറിയപ്പെടുന്ന പേരാണെന്ത്? ക്ലാസ് ഇന്റർവെൽ. നമ്മൾ ആദ്യം നോക്കിയാൽ ഒരു ക്ലാസ് 0-10. 0-10 എന്ന് പറയുന്ന ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെൽ എത്രയാണ്? അതിന്റെ അപ്പർ ലിമിറ്റ് 10 ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. എങ്ങനെയാ ക്ലാസ് ഇന്റർവെൽ കണ്ടെത്തുക? ക്ലാസ് ഇന്റർവെൽ ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഒരു ക്ലാസിന്റെ ഉച്ചപരിധിയിൽ നിന്നും നീചപരിധി കുറച്ചാൽ, അപ്പർ ലിമിറ്റിൽ നിന്നും ലോവർ ലിമിറ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലാസ് ഇന്റർവെൽ കിട്ടും. 0-10 എന്ന് പറയുന്ന ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് 10 ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. അതിന്റെ ക്ലാസ് ഇന്റർവെൽ എങ്ങനെ കണ്ടെത്തുക? ക്ലാസ് ഇന്റർവെൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ക്ലാസ് ഇന്റർവെൽ ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. 10 മൈനസ് 0 ഈസ് ഈക്വൽ ടു 10 തന്നെയാണ് ക്ലാസ് ഇന്റർവെൽ. ഇനി അടുത്തത് 5-10 ഒരു ക്ലാസ് ആണല്ലോ. 5-10 എന്ന് പറയുന്ന ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെൽ എങ്ങനെ കണ്ടെത്തുക?
ക്ലാസ് ഇന്റർവെല് കണ്ടെത്താൻ അപ്പർ ലിമിറ്റ് നിന്ന് ലോവർ ലിമിറ്റ് കുറച്ചാൽ മതി. അതായത് 5 to 10 എന്ന് പറയുന്ന ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് 10 ലോവർ ലിമിറ്റ് 5 10 5 കുറച്ചാൽ നമുക്ക് എത്ര തന്നെ കിട്ടുക? 5 കിട്ടും. ക്ലാസ് ഇന്റർവെല് 5 കിട്ടും. ഇങ്ങനെ ക്ലാസ് ഇന്റർവെല്ലിനെ പറ്റി പഠിച്ചതിന് ശേഷം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അടുത്തതായി ഓർത്തിരിക്കേണ്ട ഒരു ടേമാണ് ക്ലാസ് മാർക്ക് അഥവാ മിഡ് പോയിന്റ്. എന്താണ് ക്ലാസ് മാർക്ക് അഥവാ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുകയെ വിളിക്കുന്ന പേരാണെന്ത്? ക്ലാസ് മാർക്ക് അഥവാ മിഡ് പോയിന്റ്. ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുകയെ നമ്മൾ എന്ത് വിളിക്കും? മിഡ് പോയിന്റ് അഥവാ ക്ലാസ് മാർക്ക് അഥവാ മധ്യവില എന്ന പേരിലൊക്കെ അറിയപ്പെടും. അപ്പോ മിഡ് പോയിന്റ് അഥവാ ക്ലാസ് മാർക്ക് കണ്ടെത്താൻ ഇക്വേഷൻ എന്താ? മിഡ് പോയിന്റ് ഓർ ക്ലാസ് മാർക്ക് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 എന്നാണ് ഇക്വേഷൻ. മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2. 0 to 10 എന്ന് പറയുന്ന ക്ലാസിന്റെ മിഡ് പോയിന്റ് എങ്ങനെ നമ്മൾ കണ്ടെത്തുക? 0 to 10 അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 10 ലോവർ ലിമിറ്റ് 0 അതിന്റെ മിഡ് പോയിന്റ് എങ്ങനെ കണ്ടെത്തുക? മധ്യവില എങ്ങനെ കണ്ടെത്തുക? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 എന്നാണ്. അതായത് ഈ ഒരു ഉദാഹരണ പ്രകാരം 10 + 0 ഹരിക്കണം 2, അതായത് 10 ഹരിക്കണം 2, 10നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 5 എന്ന് കിട്ടും. ഇനി അടുത്തത് 5 to 10 എന്ന് പറയുന്ന ക്ലാസിന്റെ മിഡ് പോയിന്റ് എങ്ങനെ കാണുക? 5 എന്ത് ലോവർ ലിമിറ്റ്, 10 അപ്പർ ലിമിറ്റ്. അതിന്റെ മിഡ് പോയിന്റ് എങ്ങനെ കണ്ടെത്തുക? മിഡ് പോയിന്റ് കണ്ടെത്താനുള്ള, മധ്യവില കണ്ടെത്താനുള്ള, ക്ലാസ് മാർക്ക് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 എന്നാണ്. അതായത് 10 + 5 ഹരിക്കണം 2, 10 + 5 15 15നെ 2 കൊണ്ട് ഹരിച്ചാൽ 7.5 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മിഡ് പോയിന്റ് കണ്ടെത്തുക. അപ്പൊ ക്ലാസ് ലിമിറ്റ് പഠിച്ചു, ക്ലാസ് ഇന്റർവെല് പഠിച്ചു, മിഡ് പോയിന്റ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് എക്സ്ക്ലൂസീവ് ക്ലാസ്, അതുപോലെ തന്നെ എന്താണ് ഇൻക്ലൂസീവ് ക്ലാസ് എന്നതിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് എക്സ്ക്ലൂസീവ് ക്ലാസ് അഥവാ എന്താണ് ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ, എക്സ്ക്ലൂസീവ് ക്ലാസ്സിനും ഇൻക്ലൂസീവ് ക്ലാസ്സിനും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് തന്നെയാണ് തൊട്ടു താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റും എങ്കിൽ അത്തരം ക്ലാസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? എക്സ്ക്ലൂസീവ് ക്ലാസ്. ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് തന്നെയാണ് തൊട്ടു താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റും എങ്കിൽ അത്തരം ക്ലാസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? എക്സ്ക്ലൂസീവ് ക്ലാസ്. അപ്പോ എക്സ്ക്ലൂസീവ് ക്ലാസിന്റെ പ്രത്യേകത എന്താ? ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് തന്നെയായിരിക്കും തൊട്ടു താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക നോക്കൂ. അതിലെ ക്ലാസ് കോളത്തിൽ കൊടുത്തിട്ടുള്ള ആദ്യത്തെ ക്ലാസ് ഏതാണ്? 0 to 10. അതിന്റെ തൊട്ട് താഴെ വരുന്ന ക്ലാസ് എന്താണ്? 10 to 20. അപ്പോ എക്സ്ക്ലൂസീവ് ക്ലാസ് പ്രകാരമുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ ആദ്യത്തെ ക്ലാസ് 0 to 10 അതിന്റെ അപ്പർ ലിമിറ്റ് 10. അതിന്റെ തൊട്ട് താഴെയുള്ള ക്ലാസ് ഏതാണ്? 10 to 20. അതിന്റെ ലോവർ ലിമിറ്റ് എത്രയാണ്? 10. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റും അതിന്റെ തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റും തുല്യമാണ്, രണ്ടും 10. ഇങ്ങനെ ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റും അതിന്റെ തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ, തുല്യമാണെങ്കിൽ, സെയിം എമൗണ്ട് ആണെങ്കിൽ, സെയിം ന്യൂമറിക്കൽ ഡിജിറ്റ് ആണെങ്കിൽ, ഒരേ തുകയാണെങ്കിൽ അത്തരം ക്ലാസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? എക്സ്ക്ലൂസീവ് ക്ലാസ്. ഇനി എക്സ്ക്ലൂസീവ് ക്ലാസ്സിലെ രണ്ടാമത്തെ ക്ലാസ് 10 to 20 ആണല്ലോ. 10 to 20 അപ്പർ ലിമിറ്റ് 20. 10 to 20 എന്ന് പറയുന്ന ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത് എക്സ്ക്ലൂസീവ് ക്ലാസ് കോളത്തിൽ വരുന്ന എക്സ്ക്ലൂസീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന മൂന്നാമത്തെ ക്ലാസ് ഏതായിരുന്നു? 20 to 30. രണ്ടാമത്തെ ക്ലാസ് 10 to 20 അതിന്റെ തൊട്ട് താഴെയുള്ള ക്ലാസ് മൂന്നാമത്തെ ക്ലാസ് 20 to 30. രണ്ടാമത്തെ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് എത്രയാണ്? ഉച്ചപരിധി എത്രയാണ്? 20. അതിന്റെ തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എത്രയാണ്? 20. രണ്ട് ഈക്വൽ ആണ്. അപ്പൊ ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റും തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റും ഈക്വൽ ആയിട്ടുള്ള ക്ലാസിനെ, തുല്യമായിട്ടുള്ള ക്ലാസിനെ വിളിക്കുന്ന പേരാണെന്ത്? എക്സ്ക്ലൂസീവ് ക്ലാസ്. അപ്പൊ ഇൻക്ലൂസീവ് ക്ലാസ് എന്തായിരിക്കും? ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് അല്ല തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എങ്കിൽ അത്തരം ക്ലാസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻക്ലൂസീവ് ക്ലാസ്. ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് അല്ല തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എങ്കിൽ അത്തരം ക്ലാസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻക്ലൂസീവ് ക്ലാസ്. നിങ്ങൾ നോക്കി, ഇൻക്ലൂസീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഇൻക്ലൂസീവ് ക്ലാസ് പ്രകാരമുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ എക്സാമ്പിളിലേക്ക് നോക്കിയേ. അതില് ആദ്യത്തെ ക്ലാസ് എന്താ വരുന്നത്? 0 to 9. അതിന്റെ തൊട്ട് താഴെയുള്ള ക്ലാസ് ഏതാ വരുന്നത്? 10 to 19, 20 to 29, 30 to 39, 40 to 49. അങ്ങനെയാണ് ക്ലാസ് വരുന്നത്. ഇൻക്ലൂസീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ ആദ്യത്തെ ക്ലാസ് 0 to 9 ആയിരുന്നു. അതിലെ അപ്പർ ലിമിറ്റ് 9. തൊട്ട് താഴെയുള്ള ക്ലാസ് നോക്കിയേ. തൊട്ട് താഴെയുള്ള ക്ലാസ് എങ്ങനെ വരുന്നത്? 10 to 19. അതിന്റെ ലോവർ ലിമിറ്റ് എത്രയാണ്? 10. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് 9ഉം തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 10 രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റും തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റും ഡിഫറെന്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻക്ലൂസീവ് ക്ലാസ് അഥവാ ഇൻക്ലൂസീവ് ക്ലാസ് പ്രകാരമുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ പരീക്ഷയ്ക്ക്
ഇൻക്ലൂസീവ് ക്ലാസ്സിലുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് ആക്കി മാറ്റാനാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. കൺവേർട്ട് ഇൻക്ലൂസീവ് ക്ലാസ് ഇൻടു എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പബ്ലിക് എക്സാമിന് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഇൻക്ലൂസീവ് ക്ലാസ്സിലുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ തിരിച്ച് എക്സ്ക്ലൂസീവിലേക്ക് മാറ്റുക എന്നതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. പബ്ലിക് എക്സാമിനേഷന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇൻക്ലൂസീവ് ക്ലാസ്സിലുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റാം. ഇൻക്ലൂസീവ് ക്ലാസ്സിന് ഉദാഹരണമാണല്ലോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ് ആയ 0 to 9, 10 to 19, 20 to 29, 30 to 39, 40 to 49. അതൊരു ഇൻക്ലൂസീവ് ക്ലാസ്സിന് ഉദാഹരണമാണല്ലോ. ഇതിനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ച് എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റുക? അതായത് ഇങ്ങനെ 0 to 9, 10 to 19, 20 to 29, 30 to 39, 40 to 49 എന്ന് പറയുന്ന ഇൻക്ലൂസീവ് ക്ലാസ്സിനെ അതിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇപ്പോൾ ഈക്വൽ അല്ല, ഇൻക്ലൂസീവ് ക്ലാസ് പ്രകാരം ഈക്വൽ അല്ല. ഇങ്ങനെ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? അഥവാ ഇൻക്ലൂസീവ് ക്ലാസ്സിലുള്ളൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റുക എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇൻക്ലൂസീവ് ക്ലാസ്സിലെ ക്ലാസ് കോളത്തിലെ ലോവർ ലിമിറ്റിലെ സംഖ്യകളിൽ നിന്നും 0.5 മൈനസ് ചെയ്യുക, അപ്പർ ലിമിറ്റിലെ സംഖ്യകളോടൊപ്പം 0.5 ആഡ് ചെയ്യുക. ഇൻക്ലൂസീവ് ക്ലാസ്സിലെ സംഖ്യകളിൽ നിന്നും ലോവർ ലിമിറ്റിൽ നിന്നും ഇൻക്ലൂസീവ് ക്ലാസ്സിലെ ക്ലാസ് കോളത്തിലെ ലോവർ ലിമിറ്റിൽ നിന്നും 0.5 മൈനസ് ചെയ്യുക, അപ്പർ ലിമിറ്റിനോടൊപ്പം 0.5 ആഡ് ചെയ്യുക, കൂട്ടുക. ഉദാഹരണം, ഇൻക്ലൂസീവ് ക്ലാസ്സിലെ ആദ്യത്തെ ക്ലാസ് ആണല്ലോ 0 to 9. 0 to 9 എന്ന് പറയുന്ന ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് ആക്കി മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? 0 നിന്നും 0.5 മൈനസ് ചെയ്യുക, 9നോടൊപ്പം 0.5 ആഡ് ചെയ്യുക. 0 നിന്നും 0.5 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0.5 എന്ന് കിട്ടും. 9നോടൊപ്പം 0.5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9.5 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ ഇൻക്ലൂസീവ് ക്ലാസ്സിലുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ ആദ്യത്തെ ക്ലാസ് ആയ 0 to 9 എന്ന് പറയുന്ന ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയത്? 0.5 to 9.5. ഇനി ഇൻക്ലൂസീവ് ക്ലാസ്സിലെ രണ്ടാമത്തെ ക്ലാസ് ആണല്ലോ 10 to 19. 10 to 19 എന്ന് പറയുന്ന ക്ലാസ്സിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്ക്ലൂസീവിലേക്ക് മാറ്റുക? 10 to 19 എന്ന് പറയുന്ന ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് 10 ആണ്, അതിൽ നിന്നും 0.5 മൈനസ് ചെയ്യുക. അപ്പർ ലിമിറ്റ് 19 ആണ്, അതിനോടൊപ്പം 0.5 ആഡ് ചെയ്യുക. 10 നിന്നും 0.5 കുറയ്ക്കുമ്പോൾ നമുക്ക് 9.5 എന്ന് കിട്ടും. 19നോടൊപ്പം 0.5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 19.5 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ ഇൻക്ലൂസീവിലുള്ള ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റുമ്പോൾ കിട്ടിയ ആ ഒരു ക്ലാസ് കോളത്തിലെ ക്ലാസ്സുകൾ എങ്ങനെയൊക്കെയാണ്? 0.5 to 9.5. അതിന്റെ തൊട്ട് താഴെയുള്ള ക്ലാസ് എന്താണ്? 9.5 to 19.5. ഇപ്പൊ നോക്കിയേ, ഇപ്പോ ഇങ്ങനെ ഇൻക്ലൂസീവ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റിയപ്പോ ആ ഇൻക്ലൂസീവ് ക്ലാസ്സിലുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റിയപ്പോഴുള്ള ടേബിളിലെ ആദ്യത്തെ കോളമായ ക്ലാസ് കോളത്തിലെ ക്ലാസ് എത്രയാണ്? 0.5 to 9.5. അതിന് തൊട്ട് താഴെയുള്ള ക്ലാസ് ഏതാണ്? 9.5 to 19.5. അപ്പോ ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റിയപ്പോഴുള്ള ആദ്യത്തെ കോളത്തിലെ ക്ലാസ് കോളത്തിലെ ആദ്യത്തെ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് 9.5 ആണ്. അതിന്റെ തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 9.5 ആണ്. രണ്ട് ഈക്വൽ ആയില്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ്സിലുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഇതൊക്കെ പബ്ലിക് എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ തിയറി പറയുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തമാവും ഞാൻ ഈ ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റുമ്പോഴുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ഫ്രീക്വൻസി ആരെയും ഇൻക്ലൂസീവും എക്സ്ക്ലൂസീവും ക്ലാസ്സിലേക്ക് മാറ്റാനുള്ള പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ നമുക്കൊരു പോയിന്റ് കൂടി പഠിക്കാനുണ്ട്. എന്താണ് ബൈവാരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. എന്താണ് ഈ ബൈവാരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കണ്ടെയ്നിങ് 2 data ആർ കാൾഡ് ബൈവാരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. or variables containing or frequency distribution containing 2 variables are called bivariate frequency distribution. ഒരു ടേബിളിൽ തന്നെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ പട്ടികകളിൽ തന്നെ രണ്ട് വിവരങ്ങൾ തരികയാണെങ്കിൽ അത്തരം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ബൈവാരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ടേബിളിൽ തന്നെ രണ്ട് തരത്തിലുള്ള വിവരങ്ങൾ തരികയാണെങ്കിൽ അത്തരം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ എന്ത് വിളിക്കും? ബൈവാരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും. ബൈവാരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എക്സാമ്പിൾ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്.
ഈ ഒരു ബൈവാരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ടേബിളിൽ നമുക്ക് രണ്ട് ഡാറ്റയാണ് തരുന്നത്, രണ്ട് വിവരങ്ങളാണ് തരുന്നത്. ഒന്ന് കുട്ടികളുടെ ഏജും തരുന്നുണ്ട്, വയസ്സും തരുന്നുണ്ട്, അതുപോലെ കുട്ടികൾക്ക് കിട്ടിയ മാർക്കും തരുന്നുണ്ട്. അപ്പൊ ഏജ് എന്ന് പറയുന്ന ഡാറ്റയെ സംബന്ധിച്ചിട്ടുള്ള വിവരം നമുക്ക് തരുന്നുണ്ട്, അതുപോലെ മാർക്ക് എന്ന് പറയുന്ന ഡാറ്റയെ സംബന്ധിച്ചിട്ടുള്ള വിവരം തരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ, ഒരൊറ്റ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ രണ്ട് ഡാറ്റ തരികയാണെങ്കിൽ, രണ്ട് വിവരങ്ങൾ തരികയാണെങ്കിൽ അത്തരം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ എന്താ വിളിക്കുക? ബൈവാരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും. ഈ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് നമുക്ക് കുട്ടികളുടെ ഏജും തരുന്നുണ്ട്, അതുപോലെ അവർക്ക് കിട്ടിയ മാർക്കും നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ബൈവാരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും. അപ്പൊ ഇനി നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ തയ്യാറാക്കാം, അതുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും, അതുപോലെ ഫ്രീക്വൻസി ആരെ എങ്ങനെ തയ്യാറാക്കാം അതുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനും, അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ഉള്ള ഒരു ക്ലാസ്സിനെ എങ്ങനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്കുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആക്കി മാറ്റാം എന്നതുമായി ബന്ധപ്പെട്ട മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളും അതിന്റെ ആൻസറുകളും ചെയ്തുകൊണ്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടും ഫ്രീക്വൻസി ആരെയെ പറ്റിയിട്ടും ഇൻക്ലൂസീവ് ഉള്ള ഒരു ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ഉള്ള ഒരു ക്ലാസ്സിലേക്ക് മാറ്റുന്നതിനെ പറ്റിയിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് 2020 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ബൈ എക്സ്ക്ലൂസീവ് മെത്തേഡ് ടേക്കിംഗ് ക്ലാസ് ഇന്റർവെൽ ഓഫ് 5 ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. താഴെ കൊടുത്തിരിക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ക്ലാസ് ഇന്റർവെൽ 5 ആയി എടുത്തിട്ട് എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരമുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കാനാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരമാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ക്ലാസ് ഇന്റർവെല്ല് 5 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ക്ലാസ് കോളത്തിലെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് 5 ആയിരിക്കണം. ഇങ്ങനെ ഈ എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരം ക്ലാസ് ഇന്റർവെല്ല് 5 ആയി എടുത്തിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കാനായിട്ടുള്ള ഡാറ്റ സംഖ്യകൾ നമുക്ക് ക്വസ്റ്റ്യന്റെ താഴെ തരുന്നുണ്ട്. എങ്ങനെയാണ്? 12, 12, 15, 45, 28, 37, 16, 20, 30, 23, 34, 17, 18, 45, 22, 10, 26, 21, 19, 33, 25, 20, 19, 12, 26, 21, 30, 33, 26, 43, 16, 35, 47, 12, 45. അങ്ങനെ നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ട്, സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കണം. ഞാൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമാറ്റ് വരച്ചു വെച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ആദ്യത്തെ കോളം ക്ലാസ് എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ കോളത്തിന്റെ ഹെഡിങ് ഫ്രീക്വൻസി എന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് കോളത്തിൽ നമ്മൾ ക്ലാസ്സുകളാണ് എഴുതേണ്ടത്. അപ്പോ ക്ലാസ് ഏത് ക്ലാസ് തൊട്ടാ തുടങ്ങാം? 0 to നമ്മളോട് ക്ലാസ് ഇന്റർവെൽ എത്ര ആയിട്ട് എടുക്കാൻ പറഞ്ഞത്? ക്ലാസ് ഇന്റർവെല് എന്ന് പറയുന്നത് എത്ര ആയിട്ട് എടുക്കാൻ പറഞ്ഞത്? 5 ആയിട്ടാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ക്ലാസ് ഇന്റർവെൽ 5 ആയിട്ടാണ് എടുക്കാൻ പറഞ്ഞത്. അതായത് ഈ ക്വസ്റ്റ്യനിലെ അപ്പർ ലിമിറ്റും അതുപോലെ അപ്പർ ലിമിറ്റും മൈനസ് ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കുറച്ചാൽ എത്രയാണ് കിട്ടേണ്ടത്? 5 ആണ് കിട്ടേണ്ടത്. അതായത് ഈ ക്വസ്റ്റ്യനിലെ ക്ലാസ് കോളത്തിലെ ക്ലാസ്സുകൾ അടയാളപ്പെടുത്തുമ്പോൾ ക്ലാസ് കോളത്തിലെ അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് മൈനസ് ചെയ്താൽ 5 ആണ് കിട്ടേണ്ടത്. അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് അന്തരം 5 ആയിരിക്കണം. ഈ ക്വസ്റ്റ്യനിലെ ക്ലാസ് കോളത്തിൽ ആദ്യത്തെ ക്ലാസ് എങ്ങനെ രേഖപ്പെടുത്താം? 0 to 5 എന്നാണോ 5 to 10 എന്നാണോ തുടങ്ങേണ്ടത്? 10 to 15 തൊട്ട ക്ലാസ് ആണ് തുടങ്ങേണ്ടത് എന്ന് നമ്മൾ അറിയണം. ഈ ക്ലാസ് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത് ആദ്യത്തെ ക്ലാസ് ഏതാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? ക്ലാസ് കോളത്തിൽ 0 to 5 എന്നാണോ എഴുതേണ്ടത്? 5 to 10 എന്നാണോ തുടക്കത്തിൽ എഴുതേണ്ടത്? 10 to 15 ആണോ തുടക്കത്തിൽ എഴുതേണ്ടത്? അതെങ്ങനെ തിരിച്ചറിയാം? ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും ചെറിയ സംഖ്യ 10 ആണ്. അപ്പൊ 10 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 10 എന്ന് പറയുന്ന സംഖ്യ ഉൾപ്പെടുന്ന ക്ലാസ് ഏതാണ്? 10 എന്ന് പറയുന്ന സംഖ്യ ഉൾപ്പെടുന്ന ക്ലാസ് 0 to 5 ആണോ? അല്ല, 0 to 5 10 ഉൾപ്പെടുക. അതുപോലെ 5 to 10 ആണോ? 5 to 10 10 ഉൾപ്പെടുക. 10 എന്ന് പറയുന്ന വാല്യൂ, 10 എന്ന് പറയുന്ന സംഖ്യ ഉൾപ്പെടുന്ന ക്ലാസ് ഏതാണ്? 10 to 15 എന്ന് പറയുന്ന ക്ലാസ്സിലാണ് 10 എന്ന് പറയുന്ന സംഖ്യ ഉൾപ്പെടുക.
ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും ചെറിയ സംഖ്യ 10 ആണ്. അപ്പൊ 10 ഉൾപ്പെടുന്ന ക്ലാസ് ആണ്, 10 എന്ന് പറയുന്ന സംഖ്യ ഉൾപ്പെടുന്ന ക്ലാസ് ആണ് ആദ്യം എഴുതേണ്ടത്. 10 എന്ന് പറയുന്ന സംഖ്യ ഉൾപ്പെടുന്ന ക്ലാസ് 10 to 15 എന്ന് പറയുന്ന ക്ലാസ് ആണ്. 10നും 15നും ഇടയ്ക്ക് എത്ര സംഖ്യകൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ 10നും 15നും ഇടയ്ക്ക് എത്ര സംഖ്യകളാണുള്ളത്? 5 സംഖ്യകളാണുള്ളത്. 10നും 15നും ഇടയ്ക്ക്, അതായത് 10 എന്ന് പറയുന്ന സംഖ്യ കൂട്ടും, 11 എന്ന് പറയുന്ന സംഖ്യ കൂട്ടും, 12 എന്ന് പറയുന്ന സംഖ്യ കൂട്ടും, 13 എന്ന് പറയുന്ന സംഖ്യ കൂട്ടും, 14 എന്ന് പറയുന്ന സംഖ്യ കൂട്ടും. ഇങ്ങനെയുള്ള 5 സംഖ്യകളാണ് ഈ ക്വസ്റ്റ്യനിൽ ഉള്ളത്. 10നും 15നും ഇടയ്ക്ക് 5 സംഖ്യകളാണ് ഈ ക്വസ്റ്റ്യനിൽ ഉള്ളത്. അപ്പൊ 10 to 15 എന്ന് പറയുന്ന ക്ലാസിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 ആണ്. ഇനി ഈ ക്വസ്റ്റ്യനിലെ സംഖ്യയിൽ 15 എന്ന് പറയുന്ന സംഖ്യ വരുന്നുണ്ട്. മൂന്നാമത് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള മൂന്നാമത്തെ സംഖ്യ 2 12 കഴിഞ്ഞ ശേഷം വരുന്നത് മൂന്നാമത്തെ സംഖ്യ 15 ആണ്. ഈ 15 എന്ന് പറയുന്ന സംഖ്യ 10 to 15 എന്ന് പറയുന്ന ക്ലാസ്സിൽ ഉൾപ്പെടുത്തില്ല. ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള മൂന്നാമത്തെ സംഖ്യയായ 15 എന്ന് പറയുന്ന സംഖ്യ 10 to 15 എന്ന് പറയുന്ന ക്ലാസ്സിൽ ഉൾപ്പെടുത്തില്ല. അത് ഏത് ക്ലാസ്സിൽ ഉൾപ്പെടുത്തുക? 15 എന്ന് പറയുന്ന സംഖ്യ 15 to 20 എന്ന് പറയുന്ന അടുത്ത ക്ലാസ്സിലാണ് 15 എന്ന് പറയുന്ന സംഖ്യ ഉൾപ്പെടുത്തുക. അപ്പൊ 10 to 15 എന്ന് പറയുന്ന സംഖ്യ ഈ ക്ലാസിന്റെ ഉള്ളിൽ ഏതൊക്കെ സംഖ്യ വരും? 10 വരും, 11 വരും, 12 വരും, 13 വരും, 14 വരും. 15 ഏതിലാ വരിക? 15 എന്ന് പറയുന്ന സംഖ്യ വാല്യൂ ഏത് ക്ലാസ്സിലെ വരിക? 10 to 15 എന്ന് പറയുന്ന ക്ലാസ്സിലല്ല, 15 to 20 എന്ന് പറയുന്ന ക്ലാസ്സിലാണ് 15 എന്ന് പറയുന്ന സംഖ്യ ഉൾപ്പെടുക. 15 to 20 എന്ന് പറയുന്ന ക്ലാസിന്റെ ഉള്ളിൽ ഏതൊക്കെ സംഖ്യ വരും? 15 വരും, 16 വരും, 17 വരും, 18 വരും, 19 വരും. 20 വരില്ല. 20 അതിന് തൊട്ട് താഴെയുള്ള ക്ലാസ്സിലെ വരിക. ഇങ്ങനെ 15നും 20ഉം 15 to 20 എന്ന് പറയുന്ന ക്ലാസിന്റെ ഉള്ളിൽ വരുന്ന സംഖ്യകൾ എത്രയാണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്? 7 സംഖ്യകളാണുള്ളത്. 15നും 20നും ഇടയ്ക്ക് വരുന്ന 7 സംഖ്യകളാണുള്ളത്. അപ്പൊ 15 to 20 എന്ന് പറയുന്ന ക്ലാസിന്റെ ഫ്രീക്വൻസി 7 ആണ്. അടുത്തത് 15 to 20 എന്ന് പറയുന്ന ക്ലാസ് കഴിഞ്ഞാൽ വരുന്ന അടുത്ത ക്ലാസ് ഏതാണ്? 20 to 25 ആണ്. നമ്മളിപ്പോ ഈ ക്ലാസ് എഴുതിയപ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ക്ലാസ് ഇന്റർവെല്ല് 5 ആയിട്ട് എടുക്കാൻ പറഞ്ഞത്. ക്ലാസ് ഇന്റർവെല്ല് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ക്ലാസ് ഇന്റർവെല്ല് എന്ന് പറയാം. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ക്ലാസ് ഇന്റർവെല്ല് എന്ന് പറയാം. ഈ ഒരു 10 to 15 എന്ന് പറയുന്ന ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ഏതാണ്? 15 ആണ്. ലോവർ ലിമിറ്റ് 10 ആണ്. ക്ലാസ് ഇന്റർവെല്ല് കാണാൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അതായത് 15ന്ന് 10 കുറച്ചാൽ 5 ആണ്. അതുകൊണ്ട് അതിന്റെ ക്ലാസ് ഇന്റർവെല്ല് 5 ആണ്. 20ന്ന് 15 കുറച്ചാൽ 5 ആണ്. 25ന്ന് 20 കുറച്ചാൽ 5 ആണ്. അപ്പൊ ക്ലാസ് ഇന്റർവെല്ല് നമ്മൾ ഇവിടെ 5 ആയിട്ടാണ് എടുക്കുന്നത്. ഇതൊരു എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്താ എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് തന്നെ ആയിരിക്കും തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. നോക്കിയേ, ആദ്യത്തെ ക്ലാസിന്റെ 10 to 15 എന്ന് പറയുന്ന ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ഏതാണ്? 15 ആണ്. അതിന് തൊട്ട് താഴെയുള്ള ക്ലാസ് ഏതാണ്? 15 to 20 ആണ്. അതിന്റെ ലോവർ ലിമിറ്റ് ഏതാണ്? 15 ആണ്. അപ്പോ ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് തന്നെയാണ് തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. ആദ്യത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് 15, അതിന്റെ തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റും 15 തന്നെയാണ്. അതാണ് എക്സ്ക്ലൂസീവ് മെത്തേഡ്. ഇനി 15 to 20, അതിന്റെ അപ്പർ ലിമിറ്റ് ഏതാണ്? 20. അതിന്റെ തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എത്ര തന്നെയാണ്? 20 തന്നെയാണ്. അതാണ് എക്സ്ക്ലൂസീവ് മെത്തേഡ്. അപ്പൊ ഇനി നമ്മൾ 15 to 20 എന്ന് പറയുന്ന ക്ലാസിന്റെ ഉള്ളിൽ 7 സംഖ്യകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. 20ന് 25ന് ഇടയ്ക്ക് 20 to 25 എന്ന് പറയുന്ന ക്ലാസിന്റെ ഉള്ളിൽ ഈ ക്വസ്റ്റ്യനിൽ എത്ര സംഖ്യകളാണ് കൊടുത്തിട്ടുള്ളത്? 20 to 25ന്റെ ഇടയിൽ ഈ ക്വസ്റ്റ്യനിൽ 6 സംഖ്യകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് 20 to 25 എന്ന് പറയുന്ന ക്ലാസിന്റെ ഓപ്പോസിറ്റ് ഫ്രീക്വൻസി കോളത്തിൽ നമ്മൾ 6 എന്ന് രേഖപ്പെടുത്തണം. 20 to 25 എന്ന് പറയുന്ന ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത് എത്ര വരികയാണ്? 25 to 30. 25 to 30. 25ന് 30ന് ഇടയ്ക്ക് എത്ര സംഖ്യകളാണ് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്? 5 സംഖ്യകളാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 25 to 30 എന്ന് പറയുന്ന ക്ലാസിന്റെ ഓപ്പോസിറ്റ് ഫ്രീക്വൻസി കോളത്തിൽ നമ്മൾ 5 എന്ന് എഴുതണം. ഇങ്ങനെ 25 to 30 എന്ന് പറയുന്ന ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത് എത്ര വരിക? 30 to 35. 30 to 35 എന്ന് പറയുന്ന ഈ ഒരു ക്ലാസിന്റെ ഇടയ്ക്ക് ഈ ക്വസ്റ്റ്യനിൽ 5 സംഖ്യകളാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 30 to 35 എന്ന് പറയുന്ന ക്ലാസിന്റെ ഓപ്പോസിറ്റ് ഫ്രീക്വൻസി കോളത്തിൽ നമ്മൾ 5 എന്ന് രേഖപ്പെടുത്തണം. അടുത്ത ക്ലാസ് എത്ര വരുന്ന? 35 to 40 ആണ് വരിക. അടുത്ത ക്ലാസ് 35 to 40 ആണ്. 35നും 40നും ഇടയ്ക്ക് എത്ര സംഖ്യകളുണ്ട് ഈ ക്വസ്റ്റ്യനിൽ? 35നും 40നും ഇടയ്ക്ക് ഈ ക്വസ്റ്റ്യനിൽ 2 സംഖ്യകളാണുള്ളത്. അതുകൊണ്ട് 35 to 40 എന്ന് പറയുന്ന ഫ്രീക്വൻസിയുടെ ക്ലാസ് കോളത്തിന്റെ ഓപ്പോസിറ്റ് ഫ്രീക്വൻസി കോളത്തിൽ നമ്മൾ 2 എന്ന് രേഖപ്പെടുത്തണം. ഇങ്ങനെ 35 to 40 എന്ന് പറയുന്ന ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത എത്ര വരുന്നത്? 40 to 45 എന്ന് പറയുന്ന ക്ലാസ് ആണ്. 40നും 45നും ഇടയ്ക്ക് എത്ര സംഖ്യകൾ വരുന്നുണ്ട്?
ഈ ക്വസ്റ്റ്യനിൽ 45 കൊടുത്തിട്ടുണ്ട്. 45 എന്ന് പറയുന്ന സംഖ്യ നാലാമതായിട്ട് വരുന്നുണ്ട്. 45 എന്ന് പറയുന്ന സംഖ്യ 40 to 45 എന്ന് പറയുന്ന ക്ലാസ്സിൽ ഉൾപ്പെടും? ഇല്ല. അത് വരുന്നത് ഏത് ക്ലാസ്സിലായിരിക്കും? 45 to 50. ഇതിന് തൊട്ട് താഴെയുള്ള ക്ലാസ്സിലാണ്. 40നും 45നും ഇടയ്ക്കുള്ള ക്ലാസ്സിൽ 40 to 45 എന്ന് പറയുന്ന ക്ലാസ്സിൽ ഏതൊക്കെ സംഖ്യ വരിക? 40 വരും, 41 വരും, 42 വരും, 43 വരും, 44 വരും. 45 to 50 എന്ന് പറയുന്ന ക്ലാസ്സിലാണ് വരിക. 45 എന്ന് പറയുന്ന സംഖ്യ 40 to 45 എന്ന് പറയുന്ന ക്ലാസ്സിൽ വരില്ല. അത് തൊട്ട് താഴെയുള്ള ക്ലാസ്സിലാണ് വരിക. അപ്പോ 40നും 45നും ഇടയ്ക്ക് ഈ ക്വസ്റ്റ്യനിൽ ഒരു സംഖ്യ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 43 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ 40 to 45 എന്ന് പറയുന്ന ക്ലാസിന്റെ ഓപ്പോസിറ്റ് ഫ്രീക്വൻസി കോളത്തിൽ നമ്മൾ 1 എന്ന് രേഖപ്പെടുത്തണം. അടുത്തത് 40 to 45 എന്ന് പറയുന്ന ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത എത്രയാണ്? 45 to 50 ആണ്. 45 to 50 ആണ് അടുത്ത ക്ലാസ്. 45നും 50നും ഇടയ്ക്ക് വരുന്ന സംഖ്യകൾ. 45നും 50നും ഇടയ്ക്ക് ഈ ക്വസ്റ്റ്യനിൽ 4 സംഖ്യകളാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 45 to 50 എന്ന് പറയുന്ന ക്ലാസിന്റെ ഓപ്പോസിറ്റ് ഫ്രീക്വൻസി കോളത്തിൽ നമ്മൾ 4 എന്ന് രേഖപ്പെടുത്തണം. ഇവിടെ ഇനി 50 to 55 എന്ന് പറയുന്ന ക്ലാസ് എഴുതേണ്ട ആവശ്യമുണ്ടോ? അവസാനത്തെ ക്ലാസ് ഏതാണ്? 45 to 50 ആണ്. ഇനി തൊട്ട് താഴെയായിട്ട് 50 to 55 എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഈ ക്വസ്റ്റ്യനിലെ ഏറ്റവും വലിയ സംഖ്യ 47 ആയിരുന്നു. 47 ആണ്. 47 എന്ന് പറയുന്ന സംഖ്യ അവസാനിക്കുന്ന ക്ലാസ് 45 to 50 ആണ്. അപ്പൊ അതുവരെ മതി. ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണോ കൊടുത്തിട്ടുള്ളത് ആ സംഖ്യ ഉൾപ്പെടുന്ന ക്ലാസ് വരെ നമുക്ക് ക്ലാസ് കോളത്തിൽ അടയാളപ്പെടുത്തിയാൽ മതിയാകും. ഈ ക്വസ്റ്റ്യനിൽ 47 ആയിരുന്നു ഏറ്റവും വലിയ സംഖ്യ. 47 എന്ന് പറയുന്ന സംഖ്യ ഉൾപ്പെടുന്ന ക്ലാസ് 45 to 50 ആണ്. അതുകൊണ്ട് ഇനി അടുത്ത ക്ലാസ് ആയ 50 to 55 എന്ന് പറയുന്ന ക്ലാസ് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ 45 to 50 എന്ന് പറയുന്ന ക്ലാസ്സിൽ അവസാനിപ്പിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുക. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 3 മാർക്ക് കിട്ടും. ഈസി ആയിട്ട് കിട്ടും. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എക്സ്ക്ലൂസീവ് ക്ലാസ് മെത്തേഡ് പ്രകാരമുള്ള ക്ലാസ് ഇന്റർവെൽ 5 ആയിക്കൊണ്ട് എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് തയ്യാറാക്കാൻ പറഞ്ഞത്. ടാലി മാർക്ക് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ടാലി മാർക്ക് എന്ന് നമ്മളോട് പറയാത്തത് കൊണ്ട് ഇത്രയും ചെയ്താൽ നമുക്ക് 3 മാർക്ക് കിട്ടും. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ടാലി മാർക്ക് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ടാലി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ഒപ്പം ടാലിയും കൂടിയും കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്രീക്വൻസി കോളത്തിന്റെ തൊട്ടപ്പുറത്ത് നമ്മൾ ടാലി എന്ന് പറയുന്ന കോളം വരയ്ക്കും. അതിനുശേഷം നമ്മൾ ഫ്രീക്വൻസി ഇവിടെ 5 ആണ് കിട്ടിയത്. ടാലി നമ്മൾ എങ്ങനെ അടയാളപ്പെടുത്തുക? 1 2 3 4 5 ഇങ്ങനെയാണ് നമ്മൾ ടാലി അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ 7 എങ്ങനെ അടയാളപ്പെടുത്തുക? നമ്മൾ 7 എന്ന് പറയുന്ന ഫ്രീക്വൻസിന്റെ ഓപ്പോസിറ്റ് ടാലി എങ്ങനെ അടയാളപ്പെടുത്തുക? 1 2 3 4 5 6 7 എന്നിങ്ങനെ അടയാളപ്പെടുത്തും. അടുത്തത് 6 എന്ന് പറയുന്ന ഫ്രീക്വൻസിന്റെ ഓപ്പോസിറ്റ് ടാലി ഇങ്ങനെ അടയാളപ്പെടുത്തും. 1 2 3 4 5 6. ഇനി 5 എന്ന് പറയുന്ന ഫ്രീക്വൻസിന്റെ ഓപ്പോസിറ്റ് ടാലി ഇങ്ങനെ അടയാളപ്പെടുത്തും. 1 2 3 4 5. തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസിയും 5 തന്നെയാണ്. അപ്പോൾ 1 2 3 4 5. തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി 2 ആണ്. അതുകൊണ്ട് നമ്മൾ ടാലിയിൽ 1 2. തൊട്ട് താഴെയുള്ള അതിന്റെ 2ന്റെ താഴെയുള്ള ഫ്രീക്വൻസി 1 ആണ്. അതുകൊണ്ട് ഇവിടെ 1 എന്ന് അടയാളപ്പെടുത്തും. ഏറ്റവും താഴെയുള്ള ഫ്രീക്വൻസി ഏറ്റവും അവസാനത്ത് വരുന്ന ഫ്രീക്വൻസി 4 ആണ്. അതുകൊണ്ട് നമ്മൾ ടാലി കോളത്തിൽ 1 2 3 4 ഇങ്ങനെ അടയാളപ്പെടുത്തും. ടാലി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ടാലി മാർക്ക്, ടാലിയോട് കൂടിയ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കൂ എന്ന് പറഞ്ഞാൽ മാത്രം ഈ കോളം ഇൻസേർട്ട് ചെയ്താൽ മതി. ടാലി കോളം കൊടുത്താൽ മതി. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ടാലി പറയാത്തത് കൊണ്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനോടൊപ്പം ടാലിയും കൂടിയും കണ്ടെത്തൂ എന്ന് പറയാത്തത് കൊണ്ട് നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, ടാലി എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ക്ലാസ് കോളം ഫ്രീക്വൻസി കോളം ചെയ്താൽ തന്നെ, ഈ കോളത്തിൽ ചെയ്താൽ തന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്ലാസ് കോളത്തിലെയും ഫ്രീക്വൻസി കോളത്തിലെയും സംഖ്യകൾ കണ്ടുപിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ 3 മാർക്ക് കിട്ടും. ഫ്രീക്വൻസി ആരെയുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷയിൽ 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മളോട് എന്താ പറയുന്നത്? സ്കോർസ് ഓഫ് 25 സ്റ്റുഡൻസ് ഇൻ ഇക്കണോമിക്സ് എക്സാമിനേഷൻസ് ആർ ഗിവൺ ബിലോ. 25 കുട്ടികളുടെ എക്കണോമിക്സ് പരീക്ഷയിലുള്ള മാർക്കുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ കുട്ടിക്ക് 24 മാർക്ക് കിട്ടി, രണ്ടാമത്തെ കുട്ടിക്ക് 20 മാർക്ക് കിട്ടി, മൂന്നാമത്തെ കുട്ടിക്ക് 30 മാർക്ക് കിട്ടി, നാലാമത്തെ സ്റ്റുഡന്റിന് 42 മാർക്ക് കിട്ടി, അഞ്ചാമത്തെ സ്റ്റുഡന്റിന് 30 മാർക്ക് കിട്ടി. അങ്ങനെ 56, 35, 24, 40, 42, 54, 30, 24, 40, 54, 24, 30, 40, 30, 40, 35, 20, 30, 35
25ാമത്തെ കുട്ടിക്ക് 56 മാർക്ക് കിട്ടി. 25 കുട്ടികളുടെ മാർക്കാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ താഴെ കൊടുത്തിട്ടുള്ളത്. 24, 20, 30 അങ്ങനെ 35, 56 എന്നൊക്കെ പറഞ്ഞിട്ട് 25 കുട്ടികൾക്ക് എക്കണോമിക്സ് പരീക്ഷയിൽ കിട്ടിയ മാർക്കാണ് തന്നിട്ടുള്ളത്. പ്രിപ്പയർ എ ഫ്രീക്വൻസി ആരെ തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുന്നത് കണ്ടിന്യൂസ് സീരീസിനെ പോലെയാണ്. ക്ലാസ് കോളൊക്കെ വരച്ചിട്ട് ഫ്രീക്വൻസി കോളം അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുന്നത്. ഫ്രീക്വൻസി ആരെ എന്തിനെ പോലെ തയ്യാറാക്കുക, ഡിസ്ക്രീറ്റ് സീരീസിനെ പോലെയാണ് ഫ്രീക്വൻസി ആരെ തയ്യാറാക്കുക. അതായത് ഫ്രീക്വൻസി ആരെ നമ്മൾ തയ്യാറാക്കുന്നത് ഡിസ്ക്രീറ്റ് സീരീസിനെ അതേപോലെ തന്നെയാണ് ഫ്രീക്വൻസി ആരെ തയ്യാറാക്കുക. ക്ലാസ് കോൾ ഉണ്ടാവില്ല എന്ന് ചുരുക്കം. ഫ്രീക്വൻസി ആരെ തയ്യാറാക്കുമ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ പോലെ ക്ലാസ് കോളം നമ്മൾ വരയ്ക്കില്ല. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫ്രീക്വൻസി ആരെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 കോളം വരച്ചിട്ടുണ്ട്. ഒന്ന് സ്കോർ മാർക്കുകൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കോളം വരച്ചിട്ടുണ്ട്. ആ മാർക്കുകൾ കിട്ടിയ എത്ര കുട്ടികൾ ഉണ്ടെന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം, ആദ്യത്തെ മാർക്കാണല്ലോ 24. ആ 24 ഞാൻ ഇവിടെ സ്കോർ കോളത്തിൽ എഴുതും. 24 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട് അത് ഞാൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന രണ്ടാമത്തെ കോളത്തിൽ എഴുതും. 24 മാർക്ക് കിട്ടിയ 4 സ്റ്റുഡൻസ് ആണുള്ളത്, അതുകൊണ്ട് ഞാൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന കോളത്തിൽ 4 എന്ന് രേഖപ്പെടുത്തും. അടുത്തത് എത്രയാണ് വരുന്നത്, 20 മാർക്ക് ആണ് അടുത്ത സ്കോർ വരുന്നത്. 20 കിട്ടിയ കുട്ടികളുണ്ട്. 20 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്, 2 കുട്ടികളാണുള്ളത്, അതുകൊണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന കോളത്തിൽ ഞാൻ 2 എന്ന് രേഖപ്പെടുത്തും. അടുത്ത വരുന്ന മാർക്ക് 30 ആണ്. 30 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്, 30 മാർക്ക് കിട്ടിയ 6 കുട്ടികളാണുള്ളത്, അതുകൊണ്ട് ഞാൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന കോളത്തിൽ 6 എന്ന് രേഖപ്പെടുത്തി. അടുത്ത മാർക്ക് എത്രയാണ് വരുന്നത്, കോമൺ ആയിട്ട് വരുന്ന മാർക്ക് എത്രയാണ്, 42 ആണ്. 42 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട് എന്ന് ഞാൻ ഈ സംഖ്യ നോക്കും. ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഡാറ്റ ഞാൻ നോക്കും. 42 മാർക്ക് കിട്ടിയ 2 കുട്ടികളാണുള്ളത്, അതുകൊണ്ട് ഞാൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന കോളത്തിൽ 2 എന്ന് രേഖപ്പെടുത്തി. 42 മാർക്ക് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എത്രയാണ്, 56 മാർക്ക് വരുന്നത്. 56 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ടെന്ന് ഞാൻ നോക്കും. 56 മാർക്ക് കിട്ടിയ 2 കുട്ടികളാണുള്ളത്, അതുകൊണ്ട് ഞാൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന കോളത്തിൽ 2 തന്നെ രേഖപ്പെടുത്തി. അടുത്ത് പിന്നീട് വരുന്ന കോമൺ സ്കോർ എന്ന് പറയുന്നത് 35 ആണ്. 35 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ടെന്ന് ഞാൻ നോക്കും. 35 മാർക്ക് കിട്ടിയ 3 കുട്ടികളാണുള്ളത്, അതുകൊണ്ട് 35ന് നേരെ ഞാൻ 3 എന്ന് രേഖപ്പെടുത്തും. അടുത്തത് 40 മാർക്കാണ് വരുന്നത്. കോമൺ ആയിട്ട് വരുന്നത് 40 ആണ്. 40 മാർക്ക് കിട്ടിയ 4 കുട്ടികളാണുള്ളത്, അതുകൊണ്ട് ഞാൻ 40ന് നേരെ 40 എന്ന് പറയുന്ന സ്കോറിന്റെ നേരെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കോളത്തിൽ 4 എന്ന് രേഖപ്പെടുത്തും. അടുത്തത് 54 വരുന്നത്. 54 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്, 54 മാർക്ക് കിട്ടിയ 2 കുട്ടികളാണുള്ളത്, അതുകൊണ്ട് ഞാൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന കോളത്തിൽ 2 എന്ന് രേഖപ്പെടുത്തും. 25 കുട്ടികളുടെ മാർക്ക് ഇപ്പൊ നമ്മൾ രേഖപ്പെടുത്തിയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. 25 കുട്ടികളുടെ മാർക്കായോ, എങ്ങനെ നോക്കുക, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന കോളത്തിന്റെ ടോട്ടൽ നോക്കിയാൽ 25 കിട്ടുന്നത് നോക്കിയാൽ മതി. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന കോളത്തിന്റെ ടോട്ടൽ കൂട്ടി നോക്കിയാൽ 25 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്തത് കറക്റ്റാണ്. 4 2 6 ആണ്. 6 6 12 ആണ്. 12 4 എത്രയാണ്, 14 ആണ്. 14 2 16 ആണ്. 16 3 എത്രയാണ്, 19 ആണ്. 19 4 എത്രയാണ്, 23 ആണ്. 23 5 എത്രയാണ്, 25. അപ്പൊ 25 കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി ആരെ തയ്യാറാക്കുക. 24 മാർക്ക് കിട്ടിയ 4 കുട്ടികൾ, 20 മാർക്ക് കിട്ടിയ 2 കുട്ടികൾ, 30 മാർക്ക് കിട്ടിയ 6 കുട്ടികൾ, 42 മാർക്ക് കിട്ടിയ 2 കുട്ടികൾ, 56 മാർക്ക് കിട്ടിയ 2 കുട്ടികൾ, 35 മാർക്ക് കിട്ടിയ 3 കുട്ടികൾ, 40 മാർക്ക് കിട്ടിയ 4 കുട്ടികൾ, 54 മാർക്ക് കിട്ടിയ 2 കുട്ടികൾ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി ആരെ തയ്യാറാക്കുക. ഡിസ്ക്രീറ്റ് സീരീസ് തയ്യാറാക്കുന്നത് പോലെയാണ് നമ്മൾ ഫ്രീക്വൻസി ആരെ തയ്യാറാക്കുക. കണ്ടിന്യൂസ് സീരീസ് തയ്യാറാക്കുന്നത് പോലെ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് തയ്യാറാക്കുക. ഫ്രീക്വൻസി ആരെ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് തയ്യാറാക്കുന്നത് പോലെയാണ് നമ്മൾ ഫ്രീക്വൻസി ആരെ തയ്യാറാക്കുക. അപ്പൊ ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, 2 മാർക്ക് കിട്ടും. ഇൻക്ലൂസീവ് മെത്തേഡിലുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ എൻക്ലൂസീവ് മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യന് 2018 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇൻക്ലൂസീവ് ക്ലാസ് കൊടുത്തിട്ടുണ്ട്, ഫ്രീക്വൻസിയും കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, കൺവേർട്ട് ദി ഇൻക്ലൂസീവ് മെത്തേഡ് ഇൻ ടു എക്സ്ക്ലൂസീവ് മെത്തേഡ് ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ.
താഴെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ ഇൻക്ലൂസീവ് ക്ലാസ് കൊടുത്തിട്ടുണ്ട്, അതിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റാൻ പറയുന്നുണ്ട്. ആൻഡ് ഫിൽ അപ്പ് ദി അതർ കോളംസ് ബേസ്ഡ് ഓൺ എക്സ്ക്ലൂസീവ് ക്ലാസ്. എക്സ്ക്ലൂസീവ് ക്ലാസിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള കോളം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മിഡ് വാല്യൂ, മധ്യവില കണ്ടെത്താനുണ്ട്, ലോവർ ലിമിറ്റ് കണ്ടെത്താനുണ്ട്, അപ്പർ ലിമിറ്റ് കണ്ടെത്താനുണ്ട്. ഇതൊക്കെ എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരമാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഇൻക്ലൂസീവ് ക്ലാസ്സിലുള്ള അതിനെ നമുക്ക് എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റണം. ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റണം. ഇൻക്ലൂസീവ് ക്ലാസ് കോളത്തിലേക്ക് നോക്കിയേ, ആദ്യത്തെ കോളമാണ് ഇൻക്ലൂസീവ് ക്ലാസ്. അതിലെങ്ങനെ ഇൻക്ലൂസീവ് ക്ലാസ് കൊടുത്തിട്ടുള്ളത് 10.5 to 19.5, അതാണ് ആദ്യത്തെ ക്ലാസ്. അടുത്തത് എന്താ 20.5 to 29.5. അടുത്തതോ 30.5 to 39.5. അടുത്തതോ 40.5 to 49.5. അവസാനത്തെ ഇൻക്ലൂസീവ് ക്ലാസ്സിലെ അവസാനത്തെ ക്ലാസ് 50.5 to 59.5. ഇത് എന്തുകൊണ്ടാണ് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് ആയത്? എന്താ ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് അല്ല തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എങ്കിൽ അത്തരം ക്ലാസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻക്ലൂസീവ് ക്ലാസ്. ഇൻക്ലൂസീവ് ക്ലാസ്സിലെ ആദ്യത്തെ ക്ലാസ് നോക്കിയേ 10.5 to 19.5. അതിലെ അപ്പർ ലിമിറ്റ് ഏതാണ്? 19.5 ആണ് ആദ്യത്തെ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ്. അതിന്റെ തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റ് നോക്കിയേ, തൊട്ട് താഴെയുള്ള ക്ലാസ് ഏതാ? 20.5 to 29.5. അതിലെ ലോവർ ലിമിറ്റ് ഏതാണ്? 20.5. അപ്പോ ആദ്യത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് അല്ല അതിന്റെ തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. അത്തരത്തിലുള്ള ക്ലാസ്സിനെ നമ്മൾ ഇൻക്ലൂസീവ് എന്ന് വിളിക്കുക. അപ്പൊ ഇത് ഇൻക്ലൂസീവ് മെത്തേഡ് പ്രകാരമുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് ആദ്യത്തെ കോളം, ഇൻക്ലൂസീവ് ക്ലാസ് ആണ്. ഇതിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റണം. എങ്ങനെ ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റുക? ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇൻക്ലൂസീവ് ക്ലാസ്സിലെ ക്ലാസ് കോളത്തിലെ ലോവർ ലിമിറ്റിൽ നിന്നും 0.5 കുറയ്ക്കുക, അപ്പർ ലിമിറ്റിനോടൊപ്പം 0.5 ആഡ് ചെയ്യുക, കൂട്ടുക. ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇൻക്ലൂസീവ് ക്ലാസ്സിലെ ക്ലാസ് കോളത്തിലെ ലോവർ ലിമിറ്റിൽ നിന്നും 0.5 മൈനസ് ചെയ്യുക, അപ്പർ ലിമിറ്റിനോടൊപ്പം 0.5 ആഡ് ചെയ്യുക. ഉദാഹരണം, ഇൻക്ലൂസീവ് ക്ലാസ്സിലെ ആദ്യത്തെ ക്ലാസ് ആണല്ലോ 10.5 to 19.5. ഇതിലെ ലോവർ ലിമിറ്റ് 10.5 ആണ്, അപ്പർ ലിമിറ്റ് 19.5 ആണ്. എന്താ ചെയ്യേണ്ടത്? ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ലോവർ ലിമിറ്റിൽ നിന്നും 0.5 കുറയ്ക്കുക, അപ്പർ ലിമിറ്റിനോടൊപ്പം 0.5 ആഡ് ചെയ്യുക. അതായത് 10.5 to 19.5 എന്ന് പറയുന്ന ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 10.5 ആണ്. 10.5നോടൊപ്പം 0.5 കുറയ്ക്കുക, 19.5നോടൊപ്പം 0.5 കൂട്ടുക. അപ്പൊ അത് എക്സ്ക്ലൂസീവിലേക്കായി മാറും. അതായത് 10.5ൽ നിന്നും 0.5 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. 19.5നോടൊപ്പം 19.5 അപ്പർ ലിമിറ്റ് ആണ്, 19.5നോടൊപ്പം 0.5 ആഡ് ചെയ്യണം. 19.5നോടൊപ്പം 0.5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. അപ്പോൾ 10.5 to 19.5 എന്ന് പറയുന്ന ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റിയപ്പോൾ എങ്ങനെ കിട്ടിയത്? 10/20 എന്ന് കിട്ടി. ഇനി അടുത്ത ഇൻക്ലൂസീവ് ക്ലാസ്സിലെ ക്ലാസ് നോക്കിയേ, 20.5 to 29.5. 20.5 to 29.5 എന്ന് പറയുന്ന ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 20.5 ആണ്, അപ്പർ ലിമിറ്റ് 29.5 ആണ്. ലോവർ ലിമിറ്റിനോടൊപ്പം 0.5 മൈനസ് ചെയ്യണം, അപ്പർ ലിമിറ്റിനോടൊപ്പം 0.5 ആഡ് ചെയ്യണം. 20 ആണ് ലോവർ ലിമിറ്റ്. 20.5ൽ നിന്നും 0.5 മൈനസ് ചെയ്താൽ 20 എന്ന് കിട്ടും. 29.5നോടൊപ്പം അപ്പർ ലിമിറ്റിനോടൊപ്പം 0.5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 എന്ന് കിട്ടും. അപ്പൊ 20.5 to 29.5 എന്ന് പറയുന്ന ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റിയപ്പോൾ എത്ര കിട്ടി? 20 to 30 എന്ന് കിട്ടി. ഇങ്ങനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിനെ ഇൻക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റിയപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് എന്ത് തന്നെയായി? തൊട്ട് താഴെയുള്ള ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് 20 ആയി. അതന്നെയല്ലേ ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയുന്നത്? ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് തന്നെയാണ് തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എങ്കിൽ അത്തരം ക്ലാസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻക്ലൂസീവ് ക്ലാസ്. ഇനി അടുത്ത ക്ലാസ് നോക്കി, അടുത്ത ഇൻക്ലൂസീവ് ക്ലാസ്സിലേക്ക് നോക്കുക. ഇൻക്ലൂസീവ് ക്ലാസ്സിൽ അടുത്ത ക്ലാസ് വരുന്നത് 30.5 to 39.5 ആണ്. 30.5 to 39.5 എന്ന് പറയുന്ന ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് 30.5 ആണ്, അപ്പർ ലിമിറ്റ് 39.5 ആണ്. ലോവർ ലിമിറ്റിൽ നിന്നും 0.5 മൈനസ് ചെയ്യുക, അപ്പർ ലിമിറ്റിനോടൊപ്പം 0.5 ആഡ് ചെയ്യുക. അതായത് 30.5ൽ നിന്നും 0.5 മൈനസ് ചെയ്താൽ 30 എന്ന് കിട്ടും. 39.5നോടൊപ്പം 0.5 ആഡ് ചെയ്താൽ നമുക്ക് 40 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് എത്ര കിട്ടി? 30 to 40 എന്ന് പറഞ്ഞിട്ട് എക്സ്ക്ലൂസീവ് ക്ലാസ് നമുക്ക് കിട്ടി. ഇനി അടുത്ത ഇൻക്ലൂസീവ് ക്ലാസ് നോക്കിയേ, 40.5 to 49.5. ഇതിനെ എങ്ങനെയാ എക്സ്ക്ലൂസീവിലേക്ക് മാറ്റുക? 40.5ൽ നിന്നും 0.5 മൈനസ് ചെയ്യുക, 49.5നോടൊപ്പം 0.5 ആഡ് ചെയ്യുക. 40.5ൽ നിന്നും 0.5 മൈനസ് ചെയ്യുമ്പോൾ 40 എന്ന് കിട്ടും. 49.5നോടൊപ്പം 0.5 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 50 എന്ന് കിട്ടും.
അടുത്ത ക്ലാസ് നോക്കിയേ, ഇൻക്ലൂസീവ് ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ഏതാ? 50.5 ടു 59.5. 50.5 നിന്നും 0.5 മൈനസ് ചെയ്യുക, 59.5 0.5 ആഡ് ചെയ്യുക. 50.5 5 നിന്നും 0.5 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 എന്ന് കിട്ടും. 59.5 0.5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റുക. ഇൻക്ലൂസീവ് ക്ലാസ്സിലുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇൻക്ലൂസീവ് ക്ലാസ്സിലെ ലോവർ ലിമിറ്റിൽ നിന്നും ഏറ്റവും ചെറിയ സംഖ്യയിൽ നിന്നും 0.5 മൈനസ് ചെയ്യുക, അപ്പർ ലിമിറ്റിനോടൊപ്പം 0.5 ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്തായി കിട്ടും? എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? മിഡ് വാല്യൂ, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കണ്ടെത്താം. എക്സ്ക്ലൂസീവ് ക്ലാസ് മെത്തേഡ് പ്രകാരം മിഡ് വാല്യൂ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കോളം മിഡ് വാല്യൂ വരുന്നത്. മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ക്ലാസിന്റെ മിഡ് വാല്യൂ, എക്സ്ക്ലൂസീവ് ക്ലാസിന്റെയാണ്, ഇൻക്ലൂസീവ് ക്ലാസിന്റെ മിഡ് വാല്യൂ അല്ല, എക്സ്ക്ലൂസീവ് ക്ലാസിന്റെ മിഡ് വാല്യൂ, മധ്യവില കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ മിഡ് വാല്യൂ കണ്ടെത്തുക? നമുക്കറിയാം, അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 എന്നാണ് മിഡ് വാല്യൂ കണ്ടെത്താനുള്ള ഇക്വേഷൻ. ആദ്യത്തെ എക്സ്ക്ലൂസീവ് ക്ലാസ് നോക്കിയേ, 20 ആണ്, 10/20 ആണ് ആദ്യത്തെ ക്ലാസ്. ഇതിൽ അപ്പർ ലിമിറ്റ് 20 ആണ്, ലോവർ ലിമിറ്റ് 10 ആണ്. അപ്പൊ ഇതിന്റെ മിഡ് വാല്യൂ എങ്ങനെ കണ്ടെത്തുക? 20 + 10 ഹരിക്കണം 2. 20ഉം 10ഉം കൂട്ടിയ 30 ആണ്. 30നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 15 ആണ്. അപ്പൊ ഇങ്ങനെയാണ് മിഡ് വാല്യൂ കിട്ടുക. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, 10ന്റെയും 20ന്റെയും നടുക്ക് വരുന്നത് 15 ആണ്. 20ന്റെയും 30ന്റെയും നടുക്ക് വരുന്നത് എത്രയാണ്? 25 ആണ്. അതാണ് എന്റെ മിഡ് വാല്യൂ. 30ന്റെയും 40ന്റെയും നടുക്ക് വരുന്നത് എത്രയാണ്? 35 ആണ്. 40ന്റെയും 50ന്റെയും നടുക്ക് വരുന്നത് 45 ആണ്. 50ന്റെയും 60ന്റെയും നടുക്ക് വരുന്നത് 55 ആണ്. അതാണ് എന്റെ മിഡ് വാല്യൂ. അപ്പൊ മിഡ് വാല്യൂ ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക. ഇങ്ങനെ മിഡ് വാല്യൂ കണ്ടെത്തിയതിനു ശേഷം ലോവർ ലിമിറ്റ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. ആദ്യത്തെ എക്സ്ക്ലൂസീവ് ക്ലാസ് നോക്കിയേ 10/20 ആണ്. അതിന്റെ ലോവർ ലിമിറ്റ് ഏതാണ്? 10 ആണ്. അടുത്ത ക്ലാസ് ഏതാ? 20/30. അതിന്റെ ലോവർ ലിമിറ്റ് ഏതാണ്? ഏറ്റവും ചെറിയ സംഖ്യ 20 ആണ്. അടുത്തത് 30/40. അതിന്റെ ലോവർ ലിമിറ്റ് എത്രയാണ്? 30 ആണ്. അടുത്തത് 40/50. അതിന്റെ ലോവർ ലിമിറ്റ് എത്രയാണ്? 40 ആണ്. അടുത്തത് 50/60. അതിലെ ഏറ്റവും ചെറിയ സംഖ്യ, അതാണ് ലോവർ ലിമിറ്റ്. 50 ആണ് ഏറ്റവും ചെറിയ സംഖ്യ, അതുകൊണ്ട് ലോവർ ലിമിറ്റ് 50 ആണ്. ഇനി അപ്പർ ലിമിറ്റ് കണ്ടെത്താം. 10/20 ഏറ്റവും വലിയ സംഖ്യയാണ് അപ്പർ ലിമിറ്റ്. 10 ആണ് 20 ആണ് ഏറ്റവും വലിയ സംഖ്യ? 20 ആണ്. അതുകൊണ്ട് അപ്പർ ലിമിറ്റ് 20 ആണ്. അടുത്തതോ 20/30. അതിന്റെ അപ്പർ ലിമിറ്റ് എത്രയാണ്? 30 ആണ്. അടുത്തതോ 30/40. അതിന്റെ അപ്പർ ലിമിറ്റ് എത്രയാണ്? 40 ആണ്. അടുത്തത് 40/50. അതിന്റെ അപ്പർ ലിമിറ്റ് എത്രയാണ്? 50 ആണ്. അടുത്തത് 50/60. 50 ആണ് 60 ആണ് വലിയ സംഖ്യ? 60 ആണ്. അതാണ് അപ്പർ ലിമിറ്റ്. 60 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മിഡ് വാല്യൂ, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കണ്ടെത്തുക. ഇൻക്ലൂസീവ് ഉള്ള ഒരു ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.